ഹല്ലേലൂയ. നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ ഒരു പുതിയ ഫേസിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗിരിപ്രഭാഷണത്തിലെ അതിൻ്റെ അന്തസ്സത്തയായ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്ന അനുഗ്രഹീത വചനങ്ങളെക്കുറിച്ചാണ്. അനുഗ്രഹ വചനങ്ങൾ. എന്നാൽ ആ അനുഗ്രഹ വചനങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും, അല്ലെങ്കിൽ ഒരു ശിഷ്യൻ്റെ അനുഗ്രഹീത അവസ്ഥയെ വിവരിച്ചതിന് ശേഷം ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മിഷൻ എന്താണ് എന്നുള്ളത് കർത്താവ് പറയുകയാണ്. ഉപദ്രവിക്കുന്നവരായ, പഴിക്കുന്നതായ, ദുഷിക്കുന്നതായ ആളുകളുടെ മധ്യത്തിലേക്ക് അവർക്ക് ഉപ്പും വെളിച്ചവുമായി കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശിഷ്യൻ ആരാണെന്നും അവൻ്റെ പദവികൾ എന്താണെന്നും ഒക്കെ യേശു ഒരു പരിധി വരെ പറഞ്ഞെങ്കിലും ഇപ്പോഴ് അവൻ്റെ സ്വത്വം, അല്ലെങ്കിൽ അവൻ ഈ ഭൂമിയിൽ എന്തിനാണോ അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഉദ്ദേശം? ദൈവം നമ്മളെ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി ആക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു. യു ആർ ബ്ലസ്സഡ്. നിങ്ങൾ അനുഗ്രഹീതരാണ്. പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്, ഒരു ഉദ്ദേശത്തോടെയാണ്. കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുവാനും ലോകത്തിൻ്റെ വെളിച്ചമാകുവാനുമാണ്. ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന വലിയ ഒരു തെറ്റിദ്ധാരണ അത് എനിക്ക് വേണ്ടി തന്നെയാണെന്നുള്ളതാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വേണ്ടി മാത്രം കാര്യങ്ങളെ നിർവഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്വാർത്ഥപരമായ ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പറയുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ അനുഗ്രഹിച്ചത്. യു ആർ ബ്ലസ്സഡ് പീപ്പിൾ, ബട്ട് യു ഹാവ് എ മിഷൻ. എന്താണ്? ഈ ലോകത്തിൻ്റെ വിടുതൽ. ആ ഒരു ദൗത്യവുമായിട്ട് നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. കർത്താവിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ബ്ലെസ്സിങ്സ് ആർ ഓൾവേസ് ഫോർ അതേഴ്സ്. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. നമ്മൾ പല സമയത്തും കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ, കർത്താവെ അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി അനുഗ്രഹിക്കാൻ ആൾ വന്നിട്ട് കർത്താവ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ എന്തിനാണ് അനുഗ്രഹം? ഞാനൊരു ചർച്ചിൽ, ഒരു പോപ്പുലർ പ്രീച്ചറുടെ ചർച്ചിലാണ് ഞാനവിടെ. ഇറ്റ്സ് എ ബിഗ് ചർച്ച്. അപ്പം ഞാനവിടെ ചെന്ന് ആദ്യം പ്രസംഗിച്ചപ്പോൾ തുടങ്ങിയ വാക്ക്, അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് ബ്ലെസ്സിങ്. ഹൗ മെനി ഓഫ് യു ബിലീവ് ഇറ്റ്? അയ്യോ എൻ്റെ ദൈവമേ, ഇളകി അങ്ങ് മറിഞ്ഞില്ലയോ? കാര്യം അവരെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് ബ്ലെസ്സിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് അടങ്ങിയപ്പം, അടങ്ങാൻ തന്നെ ഇച്ചിരി സമയമെടുത്തു. കാര്യം എല്ലാവരും ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എന്തിനാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും പരിപാടി തീർന്നു. അപ്പോൾ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ ദൈവം എന്നോട് പറയുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ പിന്നെ തീരുമാനിച്ചോളാവുന്ന. നിൻ്റെ ജോലി നീ ചെയ്യും, എന്താ എന്നെ അങ്ങ് അനുഗ്രഹിച്ചേക്ക്, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ ചെയ്തോളാവുന്ന. പക്ഷേ കർത്താവ് ഒരിക്കലും അങ്ങനെ അനുഗ്രഹം നിങ്ങൾക്കായിട്ട് തരുന്നില്ല. അത് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ബൈബിൾ, വെനെവർ ഗാഡ് ബ്ലെസ്സസ് സംബഡി, he is doing it with a purpose. അത് അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടി കൂടെയാണ്. ജനസസിൻ്റെ 1-ാം അധ്യായം മുതൽ ദൈവം ആദാമിനെ അനുഗ്രഹിക്കുമ്പോൾ തൊട്ട് പറയുന്നത് എന്താണ്? ഐ വിൽ ബ്ലെസ് യു. അതിനോട് ചേർന്ന് പറയാണ്, ആദമിനെ അനുഗ്രഹിച്ച് പറഞ്ഞാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അപ്പോൾ അനുഗ്രഹം ആദാമിന് മാത്രമല്ല, ഭൂമിയിൽ നിറയാൻ പോകുന്ന തലമുറയ്ക്ക് മൊത്തമായിട്ടാണ് അനുഗ്രഹം വെക്കുന്നത്. നോഹയോടും കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. നോഹയെ ദൈവം അനുഗ്രഹിച്ച് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിങ്ങൾ ഭൂമിയിൽ നിറയണം. എന്നാൽ അബ്രഹാമിനോട് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കൃത്യമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്സഡ് ബൈ യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹം ആയിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഭൂമിയിലെ സകല വംശങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാനാണ് ദൈവം എന്ത് ചെയ്തത്? അബ്രഹാമിനെ അനുഗ്രഹിച്ചത്. അല്ലാതെ അബ്രഹാമിൻ്റെ അനുഗ്രഹം അബ്രഹാമിന് വെച്ചുകൊണ്ടിരിക്കാനല്ല.
പിന്നെ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെയൊക്കെ ചിന്ത എല്ലാവരും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് വരുന്നുണ്ട്. എന്തോ വരുന്നുണ്ട്? കാളയും പശുവും എല്ലാം നമ്മുടെ പുറകെ വരുന്നുണ്ട്. കാളയും പശുവൊന്നും അല്ല അബ്രഹാമിൻ്റെ അനുഗ്രഹം, വെള്ളിയും പൊന്നും അല്ല. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം എന്ന് ചോദിച്ച് പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്ത് ഈ അബ്രഹാമിനെ ദൈവം ഇത്ര അനുഗ്രഹിച്ചത്? അപ്പോൾ അവരോട്, ബ്രദർ വായിച്ചിട്ടില്ലേ, അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു, വായിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം അതല്ലേ അനുഗ്രഹം? ഞാൻ പറഞ്ഞ അത് എനിക്ക് തോന്നുന്നില്ല അനുഗ്രഹമാണെന്ന്. അതൊക്കെ ദൈവം കൊടുത്തതല്ലേ? ഞാൻ പറഞ്ഞ അല്ല. അത് ദൈവം കൊടുത്തതല്ലയോ? പിന്നെ ആരാ കൊടുത്തത്? ഞാൻ പറഞ്ഞ അതൊക്കെ കിട്ടിയത് എവിടെ നിന്നാണെന്ന് മോളിൽ എഴുതിയിട്ടുണ്ടല്ലോ. എവിടുന്നാ? മിസ്രയീമിൽ നിന്ന് കിട്ടിയതാ. അതെല്ലാം കനാൻ നാട്ടിൽ ദൈവം അവനെ വിളിച്ചാക്കുമ്പോൾ അവൻ ഹാരാനിൽ നിന്ന് സമ്പാദിച്ച ആളുകളെ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ട്, നിങ്ങളപ്പോൾ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഞാനതുകൊണ്ട് പറഞ്ഞത് ഈ വേദപുസ്തകം മുകളിലും താഴെയും വായിക്കാതെ ഓരോന്ന് പറയുമ്പം എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. ഹാരാനിൽ നിന്ന് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ നാട്ടിൽ അബ്രഹാം ചെന്ന ആദ്യത്തെ വർഷം തന്നെ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. ഒറ്റ ക്ഷാമം കൊണ്ട് ഇവൻ ദരിദ്രനായിപ്പോയി. അവൻ കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങളും തീർന്നു പോയി. തിന്നാനും കുടിക്കാനും വകയില്ലാഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നു. കാര്യം അത് ദൈവം പറഞ്ഞിട്ട് പോയതല്ല. കനാൻ നാട്ടിൽ താമസിക്കാൻ ദൈവം അവനെ ആക്കി. പക്ഷെ അവനെന്ത് ചെയ്തു? അവനെ ദൈവം ആക്കിയ സ്ഥലത്ത് നിന്ന് സമൃദ്ധി ഉണ്ടെന്ന് അവൻ ചിന്തിച്ച സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി. എങ്ങോട്ട്? മിസ്രയീമിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പറയാൻ തന്നെ അത്ര കൊള്ളാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. അവൻ്റെ ഭാര്യ സാറായിക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. നാണം കെട്ട പരിപാടിയാണ്. എന്നിട്ട് അതിനോട് ചേർന്ന് എഴുതിയിരിക്കുന്ന വാക്കെന്നറിയാമോ? ഫറവോൻ അവൾ നിമിത്തം നന്മ ചെയ്തു. തിരിച്ച് കയറി വരുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു. എവിടെ നിന്ന് കിട്ടിയതാ ഇത്? മിസ്രയീമിൽ നിന്ന് കിട്ടിയതാ. ഇതാണോ ദൈവം കൊടുത്ത അനുഗ്രഹം? എന്തായാലും ഒന്നും മിണ്ടാതെ. ഇതാണോ ദൈവം കൊടുത്ത അനുഗ്രഹം? ഈ കന്നുകാലിയും വെള്ളിയും പൊന്നും ഒക്കെ എവിടെ നിന്ന് കിട്ടിയതായി? മിസ്രയീമിൽ നിന്ന് കിട്ടിയ സമ്പത്ത് കാണിച്ചുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത് ഇന്ന് രാത്രി അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം വരുന്നുണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം വരുന്നുണ്ടെന്ന് പറയുന്നത്? എന്തോ അനുഗ്രഹമായി വന്നിരിക്കുന്നത്? ഈസ് ഇറ്റ് വാട്ട് ദ ബൈബിൾ സെയ്സ്? ഇതാണോ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുന്നതല്ല. വേദപുസ്തകത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, അബ്രഹാമിനോട് പറയുന്ന കാര്യം ഇതാണ്. അബ്രഹാമെ, ഒന്നാമത്തെ കാര്യം, അനുഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ ചർച്ചസിലുള്ള രണ്ടാമത് നമ്മൾ കാണുന്നതിന് മുമ്പുള്ള എല്ലാ പിള്ളേരെയും കൊണ്ട്, കൊച്ചു പിള്ളേരെ എല്ലാം കൊണ്ട് അപ്പനും അമ്മയും കൂടെ വരും. എന്നിട്ട് പറയും, ആശിഷ് ദേനാഹേ, അനുഗ്രഹിക്കണമെന്ന്. നമ്മളെന്തോ ചെയ്യാനാ? നമ്മളെടുത്ത് കർത്താവേ ഇവൻ എന്തോ പേരൊക്കെ ചോദിച്ചാൽ അനുഗ്രഹിക്കണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും എന്തോ അനുഗ്രഹിക്കും. വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ വേദപുസ്തക പ്രകാരം അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. വേദപുസ്തക പ്രകാരം അനുഗ്രഹം എന്ന് പറയുമ്പോൾ അപ്പൻ മകന് അവൻ്റെ ഇൻഹെറിറ്റൻസ് കൈമാറ്റം ചെയ്യുന്ന സമയമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. എന്ന് തന്നെയല്ല, അതോടുകൂടെ ദൈവം അല്ലെങ്കിൽ അപ്പൻ കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അപ്പൻ എപ്പോഴും അനുഗ്രഹിക്കുന്നത് ഇളയ മക്കളെ അല്ല. നോർമലി ആരെയാണ്? മൂത്ത പുത്രന്മാരെയാണ് അനുഗ്രഹിക്കുന്നത്, ഇൻഹെറിറ്റൻസ് കൊടുക്കുന്നത്. അതോട് ചേർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി മുതൽ എൻ്റെ പേരെടുക്കാനുള്ള അവകാശം നിനക്കാണെന്ന്. യു ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് മീ. ഇതാണ് അനുഗ്രഹത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ യഹൂദ പശ്ചാത്തലത്തിലുള്ള സങ്കല്പം. ഇസ്ഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചത്, ഏശാവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ യാക്കോബ് എന്ന അനുഗ്രഹം തട്ടിയെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേട്ടയിറച്ചിയും കൊണ്ട് ഏശാവ് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പാ ഞാനിതാ വേട്ടയിറച്ചിയും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പം മുമ്പേ വന്നവനോ? ആഹാ, അവൻ വന്നോ? യാക്കോബ് എന്നെ കളിപ്പിച്ചു, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. ഇസ്ഹാക്ക് എന്താ പറയുന്നത്? ഐ എം സോറി മോനെ, അപ്പാ നിനക്ക് ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ. ഇസ്ഹാക്ക് എന്നാ പറയുന്നത്? യെസ്, മകന് കൊടുക്കാൻ ഒരു അനുഗ്രഹമേ ഉള്ളൂ. എൻ്റെ പേരവൻ എടുക്കാനുള്ള അവകാശം ഞാൻ കൊടുത്തുപോയി. അഥവാ എന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ, ഇസ്ഹാക്കിനെ റെപ്രസെൻ്റ് ചെയ്യുവാനുള്ള അവകാശം ഇനി ആർക്ക് മാത്രമേ ഉള്ളൂ? യാക്കോബിന് മാത്രമേ ഉള്ളൂ. അതാണ് അവകാശ കൈമാറ്റം, അതാണ് അനുഗ്രഹം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ആദാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ തൊട്ടുള്ള കാര്യം അതാണ്. ആദാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവം പറയുന്നത് എൻ്റെ പേരെടുക്കാനുള്ള അവകാശം ഞാൻ നിനക്ക് തരുന്നതാണ്. ആഡം വാസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓർ ആൻ അംബാസിഡർ ഫോർ ഗാഡ് ഓൺ ദി എർത്ത്. നോവായോടും കർത്താവ് പറയുന്നത് അതുതന്നെയാണ്, അനുഗ്രഹിച്ചു. കാര്യം ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ നോഹയ്ക്ക് ദൈവം അവകാശം കൊടുത്തു. ഇപ്പോൾ
ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തിരിക്കുന്നു? അബ്രഹാമിന് കൊടുത്തിരിക്കുന്നു. അതാണ് റിയലായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം കാളയും വെള്ളിയും പൊന്നും ഒന്നുമല്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണ്? പിതാവായ ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ ദൈവം അവന് കൊടുത്ത അവകാശമാണ്. ആ അവകാശം ഭൂമിയിൽ കൈമാറ്റം ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശരിക്കും അബ്രഹാം. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആരുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചോണം? അബ്രഹാമിൻ്റെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കണം. കാര്യം അബ്രഹാം അനുഗ്രഹത്തിൻ്റെ ഹോൾസെയിൽ C&F ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ക്യാരിയിങ് ആൻഡ് ഫോർവേഡിങ് ആരുടെ കയ്യിലിരിക്കുക? അബ്രഹാമിൻ്റെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇടയ്ക്ക് കയറി ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രസക്തമായ കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. അനുഗ്രഹം ഒരിക്കലും എന്തിനു വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടി മാത്രം ഒതുക്കി വയ്ക്കാനുള്ളതല്ല. നമ്മൾ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ പറയുന്നതാണ് മൈ കപ്പ് ഓവർഫ്ലോസ്, അല്ലാതെ മൈ കപ്പ് ഈസ് ഫുൾ എന്നല്ല പറയുന്നത്, ഇറ്റ് ഓവർഫ്ലോസ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ദൈവം നമ്മുടെ കപ്പ് നിറയ്ക്കുക മാത്രമല്ല, എന്തുകൂടെ ചെയ്യുന്നു? നിറഞ്ഞ് കവിയുകയാണ്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ. അനുഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകും. പുറത്തോട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് അത് പറയുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് ലഭിക്കുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ആർക്ക് വേണ്ടിയുള്ളതാണ്? ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. സമ്പത്തും അതുതന്നെ. സമ്പത്തും നമുക്ക് കർത്താവ് തരുന്ന ആർക്ക് വേണ്ടിയാണ്? വേദപുസ്തകത്തിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും എന്തിനു വേണ്ടിയാണെന്നും പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമേ കൃത്യമായിട്ടുള്ളൂ. അത് 2 Corinthians chapter 9 2 Corinthians chapter 9 പോള് പറയുന്ന ഒരു ഭാഗം ഞാനത് വായിക്കാം. വേഴ്സ് 11 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം ഒക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. എന്തിനാണ് ദൈവം നമുക്ക് സമ്പന്നത തരുന്നത്? ഔദാര്യം കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് യഥാർത്ഥ സമൃദ്ധി എന്ന് പറയുന്നത്. യഥാർത്ഥ സമൃദ്ധി ഞാൻ കൂട്ടിവെക്കുമ്പോഴല്ല. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സമൃദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, വേദത്തിലെ വാക്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാലും വേദത്തിലെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഒരാൾ എൻ്റെ അടുത്ത് ആവശ്യവുമായിട്ട് വരുമ്പോൾ അയാളെ സഹായിക്കത്തക്ക രീതിയിൽ എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടായിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമൃദ്ധി എന്ന് പറയുന്നത്. ഔദാര്യം കാണിക്കാൻ, യു വിൽ ലാക്ക് നത്തിങ് സോ ദാറ്റ് യു മേ ഷോ ജനറോസിറ്റി. ഔദാര്യം കാണിക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് സമ്പത്ത് തരുന്നത്, അല്ലാതെ എന്നെ അനുഗ്രഹിച്ച് വലിയ ആളാക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യേക എന്നോടുള്ള ഒരു പ്രത്യേക കാര്യമൊന്നുമല്ല. whenever God blesses somebody, that blessing is not for himself, it is for others. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയാണ്, യു ആർ ബ്ലസ്സഡ് ബട്ട് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഉപദ്രവിക്കുന്ന ജനങ്ങളുടെ ഉപ്പാകുവാനും വെളിച്ചമാകുവാനുമാണ്. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ എ സിറ്റി സെറ്റ് ഓൺ എ ഹിൽ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, അല്ലെങ്കിൽ ഇറ്റ് സെയ്സ് അബൌട്ട് ദ ലാംപ്. നിങ്ങൾ മലമേൽ ഇരിക്കുന്ന ഒരു പട്ടണമാകുന്നു. ഇറ്റ്സ് ഓൾ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വേദപുസ്തകത്തിൻ്റെ ഒരു തത്വമല്ല, അതൊരു ഈസ്റ്റേൺ ചിന്തയാണ്. ഈസ്റ്റേൺ ചിന്ത അനുസരിച്ച് എനിക്ക് ഭക്തി കൂടിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് പതിയെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടും. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ വേഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റും. കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭക്തി കൂടുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ കഴിക്കുന്നതൊക്കെ നിർത്തും. പിന്നെ ഞാൻ ഏറ്റവും ഒടുവിൽ കാട്ടിപ്പോയി തപസ്സിരിക്കുകയായിരിക്കും. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഞാനും ദൈവവും മാത്രവും. മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്പിരിച്വാലിറ്റി അല്ല വേദപുസ്തകം വിഭാവന ചെയ്യുന്ന സ്പിരിച്വാലിറ്റി. ആ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിക്ക് ഒരു ക്രിസ്തീയ ബേസിസ് ഇല്ല. നാം ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ലോകത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ ലോകത്തിൻ്റെ വകയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. വി ഡു നോട്ട് ബിലോങ് ടു ദ വേൾഡ്. നമ്മൾ ലോകത്തിൻ്റെ ഭാഗമല്ല, വകയല്ല. പക്ഷേ ഈ ലോകത്തെ ദൈവത്തിന് പണിയണം. ഈ ലോകത്തെ ദൈവത്തിന് പണിയാൻ ദൈവമാക്കിയിരിക്കുകയാണ് നമ്മളെ. God has something to do with this world.
ദിസ് കറപ്റ്റ് വേൾഡ്, ഈ ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവിന് ചില പ്രവൃത്തി ചെയ്യാനുണ്ട്. ആ പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവം അവൻ്റെ ദൗത്യം, നൗ ദ മിഷൻ ഓഫ് ജീസസ് ഈസ് അപ്പോൺ മീ. ഹി ഹാസ് എൻട്രസ്റ്റഡ് ഹിസ് മിഷൻ അപ്പോൺ മീ ബിക്കോസ് ഹി ഈസ് നോട്ട് സ്റ്റേയിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ കർത്താവ് ഇപ്പോൾ ശരീരത്തിൽ ജീവിക്കുകയല്ലാത്തത് കൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവന് ചെയ്യാനുള്ള ചോദ്യങ്ങൾ, അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു, ഞാൻ അന്യഭാഷ പറയുന്നു, ഞാൻ പ്രവചിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ഒടുവിൽ സ്വർഗ്ഗത്തിൽ പോകും. ഇതല്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. സ്വയകേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ദൈവികമായ ഒരു കാര്യമായിട്ടല്ല. യു നീഡ് ടു ബി ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ഈ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച്, ഉപ്പിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ ഇംപ്ലോയിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാലേ പറ്റുള്ളൂ. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിൻ്റെ ഷുഗറാണെന്നല്ല. പലപ്പോഴും ഉള്ള പ്രശ്നം എന്നറിയാം, നമുക്കെല്ലാം ഉള്ള മോഹം ആരെയും പിണക്കാതെ, ആർക്കും ദോഷം ഉണ്ടാക്കാതെ എന്നല്ല, ആർക്കും എന്നോടൊരു വിരോധം ഉണ്ടാകാതെ എല്ലാവരെയും മധുരിപ്പിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മുടെ പലരുടെയും ലക്ഷ്യം. പക്ഷേ നമ്മൾ ഭൂമിയുടെ പഞ്ചസാരയല്ല, എന്താണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. അത് നമ്മളുടെ ബീയിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉപ്പിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുറിവിൽ വീണാൽ നീറ്റൽ വീഴും, അതിന് യാതൊരു സംശയം ഉണ്ടാകത്തില്ല. മുറിവുള്ളവൻ്റെ മുറിവിൽ ഉപ്പ് ചെന്ന് വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാകും? നീറ്റലുണ്ടാകും. പക്ഷേ ആ ഉപ്പ് എന്ത് ചെയ്യുന്നതാണ്? മുറിവിനെ ഉണക്കുന്നതാണ്, സുഖപ്പെടുത്തുന്നതാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനതയാണ്. ദൈവത്തോട് മത്സരിക്കുന്ന ഒരുവൻ ഒരു മുറിവ് പോലെയാണ്. എന്നാൽ ഒരു ശിഷ്യൻ്റെ സാമീപ്യം മത്സരി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് those who are rebelling against God, to him it is not a pleasant thing. It is just like salt. It is painful. നമ്മളുടെ സാന്നിധ്യം, സാമീപ്യം, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ സാമീപ്യം ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ലൗകികന് ഒരിക്കലും ഒരു ആശ്വാസമൊന്നുമല്ല. അവൻ എന്താണ്? ഒരു നീറ്റലാണ്, ഒരു പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്, ഒരു ശല്യമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശല്യമാണ്. ലൗകികരായ മത്സരികളായ അവിശ്വാസികൾ മാത്രമല്ല, ലൗകികരായ മത്സരികളായ വിശ്വാസികൾക്ക് നല്ലൊരു ശിഷ്യനൊരു ശല്യമാണ്. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഇവിടെ ടെലിവിഷൻ ഇറങ്ങിയ സമയത്തൊക്കെ ഞായറാഴ്ച 4 മണിക്കായിരുന്നു ഒരു സിനിമ ഉള്ളത്. അന്ന് വേറെ ചാനലൊന്നുമില്ലല്ലോ. 84-ലെ ഒക്കെ കാര്യം ഞാൻ പറയുന്നത്. 1984, 85-ലൊക്കെ ഞായറാഴ്ച വൈകുന്നേരം ഒരു സിനിമ ഉണ്ട്. അതേ ഉള്ളൂ സിനിമ. അപ്പം ഞായറാഴ്ച 4 മണിക്കെങ്ങാണ് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുന്ന കഴിഞ്ഞാൽ ഞാൻ നോർമലി ആ സമയം എങ്ങും പോകത്തില്ല. കാര്യം നമുക്കറിയാം നമ്മളവിടെ ചെന്നാൽ അവർക്കൊരു ശല്യമാണ്. കാര്യം എന്താ? അവരവരുടെ ലോകത്തിലാണ്. വിശ്വാസിയുടെ വീട്ടിൽ കയറി കഴിഞ്ഞാലും ഈ ഇഡിയറ്റ് ബോക്സിൻ്റെ മുമ്പിൽ ഒരു സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പം പിന്നെ അത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ഇരുന്ന് കാണേണ്ടി വരും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയം സാധാരണ ഒഴിവാക്കിയിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡിഷ് ടി വി മറ്റേത് മറിച്ചതും എല്ലാം വന്നു കഴിഞ്ഞതോടുകൂടെ 24 hours 200 ചാനലിലും സിനിമ ഉണ്ട്. അപ്പം നേരത്തെ ഞായറാഴ്ച വൈകുന്നേരം ഒഴിവാക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കയറി ചെല്ലാൻ പോലും നമുക്ക് പറ്റത്തില്ല. നമ്മൾ ചെല്ലുന്നവർക്ക് എന്താണ്? ഒരു ശല്യമാണ്. അവർക്കൊരു വലിയൊരു പ്രയാസം. വന്നിരിക്കും, നല്ലൊരു സിനിമ ഇല്ലേ? പറയത്തില്ലായിരിക്കും, ബ്രദറെ വന്നാട്ടെ ഇരുന്നാട്ടെ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, ചുമ്മാ പറയുന്നതാണ്. അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ലോ. കാര്യം അവർക്കൊരു ശല്യമായി തീരുന്നതായ ഒരു സ്റ്റേജ്. ഒരു ശിഷ്യൻ എന്താണെങ്കിലും അനാത്മികനായ ഒരു വ്യക്തിക്ക്, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവിക പാതയിൽ സഞ്ചരിക്കാത്തൊരു വ്യക്തിക്ക് ഒരു ശല്യമായിട്ടേ അനുഭവപ്പെടത്തുള്ളൂ. നിക്കി ക്രൂസിൻ്റെയും ഡേവിഡ് വിൽക്കേഴ്സിൻ്റെയും സ്റ്റോറി നിങ്ങൾക്കൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. ആദ്യമായിട്ട് നിക്കി ക്രൂസിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് നിക്കി ക്രൂസിന് ഡേവിഡ് വിൽക്കേഴ്സൺ കൈ കൊടുക്കാൻ നോക്കുക. കുറച്ച് നേരം കയ്യെ നോക്കി നിന്നിട്ട് യു നോ വാട്ട് ഹാപ്പൻസ്? ആ കയ്യിലോട്ട് നിക്കി ക്രൂസ് തുപ്പുക. സി, ബിക്കോസ് ഡേവിഡ് വിൽക്കേഴ്സൺ അവനെ സഹായിക്കാനാണ് ചെല്ലുന്നത്, അല്ലാതൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്കി ക്രൂസ് എന്താണ്, അവൻ്റെ ട്രയലിൻ്റെ സമയത്ത് ഈ നിക്കി ക്രൂസ് ഉൾപ്പെടെയുള്ള സംഘത്തെ എന്താണ് എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ദൈവനിയോഗത്തോടുകൂടെ കടന്നു ചെന്ന വ്യക്തിയാണ് ഡേവിഡ് വിൽക്കേഴ്സൺ. ഹി വാസ് എ റിയൽ ഡിസൈപ്പിൾ ആൻഡ് ദ വേൾഡ് ഡസൻറ്റ് അക്സെപ്റ്റ് ഇറ്റ്. അവനെ സഹായിക്കാനാണ് ചെല്ലുന്നത്, പക്ഷെ അവനെന്താ ചെയ്യുന്നത്? കയ്യെ തുപ്പുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം നിക്കി ക്രൂസിനോട് ചെന്നിട്ട് പറഞ്ഞു, നിക്കി, ജീസസ് ലവ്സ് യു. തുപ്പൽ കിട്ടിയപ്പോഴും പറഞ്ഞതാണ്, എന്ത്? ജീസസ് ലവ്സ് യു. അവൻ അടുത്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൈ നൂർത്ത് അടിക്കുകയാണ് ഡേവിഡ് വിൽക്കേഴ്സനെ. സ്ലാപ്പിങ്. മൂന്നാമത്തെ പ്രാവശ്യം നിക്കി ക്രൂസിൻ്റെ അടുത്ത് ചെന്ന് ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞു, നിക്കി, ജീസസ് ലവ്സ് യു. ഇവനെ നടന്നറിയാം,
സ്വിച്ച് ബ്ലേഡ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കത്തി തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, "പ്രീച്ചർ, ഐ ഗോണ കിൽ യു ആൻഡ് കട്ട് യു ഇൻ ടു 1000 പീസസ്. ഞാൻ നിന്നെ കൊന്ന് നിന്നെ 1000 കഷണമായിട്ട് കൊത്തി നുറുക്കാൻ പോകുകയാണ്." അവൻ വെറുതെ പറയുന്നൊന്നുമല്ല, വേണമെങ്കിൽ അത് ചെയ്യുന്നവനാണ്. അത്രയ്ക്കും ക്രൂരനായ ഒരു വ്യക്തിയാണ് നിക്കി ക്രൂസ്. ഡേവിഡ് നിക്കി ക്രൂസിനോട് പറഞ്ഞ കാര്യം, "നിക്കി, ഐ നോ യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് ഈവൻ ഇഫ് യു ഡു ദാറ്റ്, ഈവൻ ഇഫ് യു കട്ട് മീ ഇൻ ടു 1000 പീസസ്, ഈച്ച് പീസ് വിൽ സ്റ്റിൽ ലവ് യു ബിക്കോസ് ജീസസ് ലവ്സ് യു." നീ എന്നെ 1000 കഷണമായി വെട്ടി നുറുക്കിയാലും അതിലെ ഓരോ കഷണവും പിന്നെയും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, കാരണം യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയെ നിക്കി ക്രൂസിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതെന്നറിയാമോ? ഇവൻ ഒരു തുറന്ന മുറിവ് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഡേവിഡ് വിൽക്കേഴ്സിന് ഇപ്പോൾ എന്തായിട്ടിരിക്കുകയാണ്? ഹീസ് ലൈക്ക് എ സോൾട്ട്. നീറ്റലിൻ്റെ അനുഭവമാണ്. യു ആർ സോൾട്ട്. നല്ല ആളുകൾക്കല്ല, നിക്കി ക്രൂസിനെ പോലെ കൊല്ലാൻ വന്ന് നിൽക്കുന്നവർക്കും, സ്നേഹിതന്മാർക്ക് മാത്രമല്ല, നമ്മുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രമല്ല, നമ്മുടെ സഭക്കാർക്ക് മാത്രമല്ല, നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ എങ്ങനെ തന്നെ ആയിരിക്കണം? ഉപ്പും വെളിച്ചവുമായിട്ട് ആയിരിക്കേണ്ടത് ആവശ്യമുണ്ട് ലോകത്തിന്. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ പകയ്ക്കും, ഉപദ്രവിക്കും, നിങ്ങളുടെ പേര് വിടക്കെന്ന് പറയും, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ദേ വിൽ ഡു ഓൾ കൈൻഡ് ഓഫ് ഈവിൾ എഗൻസ്റ്റ് യു. പക്ഷേ ആ ലോകത്തിന് നിങ്ങൾ എന്തായിരിക്കണം? ഉപ്പായിരിക്കണം. ആ ലോകത്തിന് നിങ്ങൾ വെളിച്ചമായിരിക്കണം. നിങ്ങളെ ദ്രോഹിക്കുന്ന ലോകത്തിന് ഉപ്പും വെളിച്ചവുമായിട്ട് നിങ്ങൾ പോകണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ആ വേദഭാഗത്തിൽ അതിൻ്റെ 13-14 വാക്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന കാര്യം അതാണ്. 13-ാം വാക്യത്തിൽ, "നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല." ഉപ്പിൻ്റെ ലക്ഷ്യം നടക്കുന്നില്ലെങ്കിൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടി ഉപ്പ് ആക്കിയിരിക്കുന്നു, അതിൻ്റെ സോൾട്ടിനെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് അതിനൊരിക്കലും കഴിയത്തില്ല. അപ്പോൾ ദൗത്യം നിർവഹിക്കപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ നഷ്ടമാണെന്നാണ് പറയുന്നത്. അതായത് പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അർത്ഥമൊന്നുമില്ല. കാര്യം, നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലാക്കിയിരിക്കുന്നത്? ഭൂമിയുടെ ഉപ്പാകാനായിട്ട്. ഉപ്പാകാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആരാധിച്ച് വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപ്പാകാൻ കഴിയാത്ത ഒരു വിശ്വാസിയുടെ ജീവിതം എന്താണ്? വെറും പാഴാണ്, ഫ്യൂട്ടൈലാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യം എന്താണ്? ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന മിഷൻ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്ന, ഓരോ പ്രാവശ്യം പറയുന്നൊരു കാര്യമുണ്ട്, "ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും." ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് വിളിച്ച ശിഷ്യന്മാരോടാണ് കർത്താവ് ഇപ്പോൾ പറയുന്നത് എന്ത്? ഞാൻ നിങ്ങളെ ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിൻ്റെ വെളിച്ചവുമായിട്ട് അയച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? മനുഷ്യരെ പിടിക്കുക എന്നുള്ള ദൗത്യം ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് മനുഷ്യരെ പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഉപ്പായിക്കൊണ്ടും ലോകത്തിൻ്റെ വെളിച്ചമായിക്കൊണ്ടും വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവർ ആകാനായിട്ട്. അപ്പോൾ മനുഷ്യരെ പിടിക്കാൻ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ മനുഷ്യരെ പിടിക്കാനുള്ള മാർഗം എന്താണ്? മനുഷ്യരെ പിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് MNCകൾ ഉപയോഗിക്കുന്നത് പോലെ അവരുടെ മാർക്കറ്റിംഗ് ടെക്നോളജി എല്ലാം കൂടെ അഡോപ്റ്റ് ചെയ്യുകയല്ല. ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് സെമിനാർ നടത്തി അതിനകത്ത് ഏതൊക്കെ നിലയിൽ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് നടത്താമെന്ന് പഠിപ്പിക്കുന്നതല്ല. എങ്ങനെയായിരിക്കണം മനുഷ്യനെ പിടിക്കുന്നത്? ഒരു ഗിമ്മിക്സ് ഉപയോഗിച്ചിട്ടല്ല, ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടല്ല. എങ്ങനെയായിരിക്കണം മനുഷ്യനെ പിടിക്കുന്നതിൻ്റെ മാർഗം എന്താണ്? ഉപ്പാവുക, വെളിച്ചമാവുക എന്നതല്ലാതെ വേറൊരു മാർഗമില്ല. ഇനി നമ്മൾ ഉപ്പിൻ്റെ ഈ സവിശേഷതകളെക്കുറിച്ച് വേദപുസ്തകം അല്ലെങ്കിൽ ഗുണവിശേഷങ്ങൾ, അതിൻ്റെ ക്യാരക്ടർ, അതെന്തൊക്കെയാണ്, ഉപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില ഭാഗം പെട്ടെന്നൊന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്ന്, ഉപ്പ് രുചി വരുത്തുന്നതാണ്. അതിന് സംശയമില്ല. കൊലോസി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാക്കുകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന വാക്കാണ് എന്ത്? നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകണം. രുചി വരുത്തുന്നതാണ് ഉപ്പ്. നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നോട്ടവും എല്ലാം അതിനോട് ചേർന്നുണ്ടായിരിക്കേണ്ട വലിയ ഗുണവിശേഷം എന്താണ്?
അത് ടേസ്റ്റ് കൊടുക്കുന്നതായിരിക്കണം, രുചി വരുത്തുന്നതായിരിക്കണം. രുചി വരുത്തുന്നതായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാക്കുകൾ മധുരതരമായിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പം മധുരമായിരിക്കാം, ചിലപ്പം മധുരമല്ലായിരിക്കാം. അവിടുത്തെ ആദ്യത്തെ വാക്ക് രുചി എന്നുള്ളതല്ല, ആദ്യത്തെ വാക്ക് കൃപ എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കുകൾ ഗ്രേസ്ഫുൾ ആയിരിക്കണം. കൃപ മുറിവിനെ ആശ്വസിപ്പിക്കുന്നതോ പ്രീണിപ്പിക്കുന്നതോ ആകണമെന്ന് നിർബന്ധമില്ല. പ്രത്യുത കൃപ പ്രധാനമായും ചെയ്യുന്നത് ചിലപ്പോൾ ആശ്വാസമായിരിക്കാം, ചിലപ്പം പ്രീണനം ഒരിക്കലും നടക്കത്തില്ല, ചിലപ്പോൾ ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷേ കൃപ ഒരിക്കലും ആരെയും പ്രീണിപ്പിക്കാൻ നോക്കുന്നില്ല, പ്ലീസ് ചെയ്യാനായിട്ട് നോക്കുന്നില്ല. പ്ലീസ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ നമ്മൾ ഉപ്പല്ല എന്നതിൻ്റെ അർത്ഥം. പഞ്ചസാര പരിപാടിയൊന്നുമില്ല. എന്താണ്? കൃപയോടുകൂടിയതും. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും. ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി ഗ്രേഷ്യസ്, സീസൺഡ് വിത്ത് സോൾട്ട്, സോ ദാറ്റ് യു മേ നോ ഹൗ യു ഓട്ട് ടു ആൻസർ എവ്രി വൺ, ഈച്ച് വൺ. കൃപയോടുകൂടിയ വാക്കുകളായിരിക്കണം. കൃപ എപ്പോഴും എന്താണ്? വാക്കുകൾ മുറിവുകളെ സുഖപ്പെടുത്തുന്നതാകണം, ബന്ധം പണിയുന്നതാകണം. എൻ്റെ ഓരോ വാക്കുകളും ഓരോ ഇടപെടലുകളും. ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉപ്പിൻ്റെ ഒരു ഫംഗ്ഷനെ ഞാൻ പറഞ്ഞത്. ഉപ്പിൻ്റെ പല ഫംഗ്ഷൻസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫംഗ്ഷൻസ് പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണ്? പ്രഥമമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഉപ്പെന്ന് പറയുമ്പോൾ രുചി വരുത്തുന്നത്. പക്ഷേ രുചി വരുത്തുന്നത് കൃപയാലായിരിക്കണം. രുചി വരുത്തുന്നത് അല്ലാതെ സോപ്പിടിലല്ല, കാര്യങ്ങൾ പ്രീണിപ്പിക്കുന്നതിനകത്തല്ല. എന്ത്? കൃപ. ആ കൃപയുടെ പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നത് ഹൗ യു ഓട്ട് ടു ആൻസർ ഈച്ച് വൺ എന്നാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഓരോരുത്തരോടും എങ്ങനെ ഉത്തരം പറയണമെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം. അതാണ് കൃപ. എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്നതല്ല കൃപ. എല്ലാവരോടും ഒരേപോലെ, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കണം. പക്ഷേ എല്ലാവരോടും ഒരുപോലെ ഇടപെടാൻ നമുക്ക് പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഓരോരുത്തർക്കും ഓരോ വാക്കുകളാണ് വേണ്ടത്. തലോടൽ വേണ്ടിടത്ത് തലോടൽ ആവശ്യമുണ്ട്, ആശ്വാസം വേണ്ടിടത്ത് ആശ്വാസം ആവശ്യമുണ്ട്, ശാസന വേണ്ടിടത്ത് ശാസന ആവശ്യമുണ്ട്, തർജ്ജനം വേണ്ടിടത്ത് തർജ്ജനം ആവശ്യമുണ്ട്. അതാണ് കൃപ. അപ്പോഴാണ് മുറിവ് എന്ത് ചെയ്യുന്നത്? ഉണങ്ങുന്നത്. അല്ലെങ്കിൽ മുറിവ് ഉണങ്ങത്തില്ല. അപ്പോൾ മുറിവുകളിലേക്ക് ഉപ്പ് പോലെ ചെല്ലുമ്പോൾ എന്തു ചെയ്യുന്നു? അത് ആശ്വാസമാകുന്നു, അത് ശാസനയായിത്തീരുന്നു, ചിലപ്പോൾ തർജ്ജനമായിത്തീരുന്നു. പക്ഷേ ഓരോരുത്തരോടും അവിടെ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ പ്രത്യേകത ഇതാണ്: ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി ഗ്രേഷ്യസ്, സീസൺഡ് വിത്ത് സോൾട്ട്, സോ ദാറ്റ് യു മേ നോ ഹൗ യു ഓട്ട് ടു ആൻസർ എവ്രി വൺ, ഈച്ച് വൺ. ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ നീഡ് എന്താണ്? എന്നാൽ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ മുറിവിനെ ഉണക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഫംഗ്ഷൻ രുചി വരുത്തുന്നതാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രിസർവിങ് ക്വാളിറ്റിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇന്നിപ്പം നമ്മൾ അത്രയും ഒന്നും ഉപയോഗിക്കുന്നില്ല. കാര്യം നമുക്കിന്ന് റെഫ്രിജറേറ്ററും മറ്റും വളരെ കോമൺ ആയതുകൊണ്ട്. പക്ഷേ റെഫ്രിജറേറ്ററിനും മറ്റും ഇല്ലാതിരുന്ന സമയത്തെല്ലാം നമ്മൾ മീനും മറ്റും ചീഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും എന്താ ഉപയോഗിച്ചിരുന്നത്? അത് ഉപ്പിനകത്ത് പൊതിഞ്ഞു വെക്കുകയായിരുന്നു. അവൾ ഉപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രഥമമായ, പ്രത്യേകിച്ച് യേശുവിൻ്റെ കാലയളവിൽ ഉപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസർവിങ് ക്വാളിറ്റിയാണ്. മീനും മറ്റും ചീഞ്ഞു പോകാതെ. എന്തുകൊണ്ടാണ് മീൻ ചീഞ്ഞു പോകുന്നത്? മീൻ ചീഞ്ഞു പോകാനുള്ള കാര്യം എന്താ? ബിക്കോസ് ഇറ്റ് ഹാസ് നോ ലൈഫ്. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ശരിക്കും മീൻ ചീഞ്ഞു പോകാനുള്ള ആദ്യത്തെ കാരണം എന്താണ്? ജീവനുള്ള മീൻ എന്ത് ചെയ്യുന്നില്ല? ചീഞ്ഞു പോകുന്നില്ല. ജീവൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചീയൽ ഉണ്ടാകുന്നത്. സൊസൈറ്റിയുടെയും പ്രശ്നം ഇതാണ്. സമൂഹത്തിൻ്റെ ഇന്നത്തെ പ്രശ്നം അതിൻ്റെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് എന്തില്ല? ദൈവികമായ ജീവനില്ല. ദൈവികമായ ജീവനില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? നാച്ചുറലി ചീഞ്ഞു പോവുകയാണ്, വഷളായി പോവുകയാണ്, ദൈവത്തെ അന്വേഷിക്കാത്തവരായി പോവുകയാണ്, ദൈവനിഷേധികളായി പോവുകയാണ്, കള്ളത്തരം കാണിക്കുന്നവരായി പോവുകയാണ്, കൈക്കൂലിക്കാരായി തീരുകയാണ്, അല്ലെങ്കിൽ ഓൾ കൈൻഡ് ഓഫ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി തീരുകയാണ്. എല്ലാ രീതിയിലും ഇന്ന് സൊസൈറ്റിയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? വല്ലാത്ത ചീയൽ സംഭവിച്ചിരിക്കുന്നതാ നമ്മൾ കാണുന്നത്. വല്ലാത്ത ചീയൽ. ആ ചീയൽ സംഭവിച്ചിരിക്കുന്നതായ ഈ ലോകത്തിലേക്ക് ദൈവിക ജീവനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുണ്ട്? ഹി ഹാസ് ലൈഫ്. ലോകത്തിന് എന്തില്ല? ദൈവിക ജീവൻ ഇല്ല. ദൈവിക ജീവൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആരുമായിക്കോട്ടെ, ഓഫ് കോഴ്സ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ വെളിച്ചത്തെ ഉപ്പിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്
നോർമലി ഞാനിതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇറ്റ്സ് ഈസ് അബൌട്ട്, നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, ദ ഫസ്റ്റ് ഫങ്ഷൻ ആസ് എ സോൾട്ട്. ഇത് ശരിക്കും നമ്മളുടെ പ്രൊഫഷനുമൊക്കെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഉപ്പ് എന്ന് പറയുന്നതും വെളിച്ചമെന്ന് പറയുന്നതും നമ്മുടെ രണ്ട് ഫങ്ഷൻസ് ഞാൻ പലപ്പോഴും ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സമയമനുസരിച്ച് ചിലപ്പോൾ പറയാം പറ്റുമെങ്കിൽ. അതായത് ഇറ്റ് ഈസ് യുവർ ലൈഫ്. എന്നാൽ വെളിച്ചമെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് യുവർ പ്രൊക്ലമേഷൻ. വെളിച്ചം നമുക്കെപ്പോഴും എന്താണ്? വഴി കാണിക്കുകയാണ്, സംസാരിക്കുകയാണ്, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഉപ്പിൻ്റെ കാര്യം അങ്ങനെയല്ല. ഉപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ പ്രൊഫഷൻ, വാട്ട് യു ആർ ഡൂയിങ് ബേസിക്കലി, വാട്ട് ഈസ് യുവർ ലൈഫ്. ഇറ്റ് ഈസ് ആൻ ഇൻകാർണേഷണൽ മിനിസ്ട്രി, സംടൈംസ് ഐ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്. അത് ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പറയല്ല. ജീവിതം കൊണ്ട് തന്നെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, പ്രഘോഷണം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതായ ശുശ്രൂഷയുണ്ട്. ജീവിതം കൊണ്ട് ചെയ്യേണ്ട ശുശ്രൂഷ നമ്മളുടെ പ്രൊഫഷനിലെ തന്നെ ഒരു ഭാഗമാണ്. ഗാഡ് ഹാസ് മെയ്ഡ് യു ആസ് ആൻ എഞ്ചിനീയർ ഓർ എ നേഴ്സ് ഓർ എ ബിസിനസ് പേഴ്സൺ ഓർ, എല്ലാവരും ഇവാഞ്ചലിസ്റ്റുകളൊന്നുമല്ല, പക്ഷേ എല്ലാവരുടെയും ജോലി, ഓരോ ജോലിയും ആര് കൊടുക്കുന്നത് തന്നെയാണ്? ഇറ്റ് ഈസ് ഗാഡ്. അതിന് സംശയമൊന്നും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട്, ദൈവദാസന്മാരൊക്കെ ഇവിടെ വന്നിരുന്നാട്ടെന്ന്, ബാക്കിയുള്ള സാത്താൻ്റെ ദാസന്മാരാണോ? എല്ലാവരും ദൈവദാസന്മാരാണ്, അല്ലാതെ എന്തോന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സുവിശേഷ വേല ചെയ്യുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ ദാസന്മാർ. ഇതുകൊണ്ട് നിങ്ങൾ ആരുടെ ദാസന്മാരാണ്? അത് തെറ്റായൊരു ധാരണയാണ്. എല്ലാവരും ആരുടെ ദാസൻ തന്നെയാണ്? ദൈവത്തിൻ്റെ ദാസനാണ്. കാര്യം നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വേലയാണ്. ഒരു സൊസൈറ്റിയിൽ ഒരാൾ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ ബാങ്കറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. കാര്യം ഇതെല്ലാം സമൂഹത്തിന് ആവശ്യമുള്ളതായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ പ്രതിനിധീകരിച്ച് അത് ചെയ്യാൻ ദൈവം നിങ്ങളെ എവിടെ ആക്കിയിരിക്കുകയാണ്. യു ആർ എൻ അംബാസിഡർ ഫോർ ക്രൈസ്റ്റ് വേറെവർ യു ആർ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുന്നു. എവിടെ? എല്ലായിടത്തും. നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ. ആ സ്ഥലത്ത് യേശുവിന് എന്ത് ചെയ്യണോ അത് ചെയ്യാനാ. ഒരു സ്ഥാനാപതി എപ്പോഴും ചെയ്യുന്നത് എന്താണ്? സ്ഥാനാപതി ചെയ്യുന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർ ചെയ്യുന്നത് എന്താണ്? ഇഫ് ഐ എം എൻ അംബാസിഡർ ഫോർ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് ഇന്ത്യനെ വിടുകയാണെങ്കിൽ ഇന്ത്യക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ടോ അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നെ ഒരാൾ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ അയാളുടെ സ്ഥാനാപതിയാണ്, അയാളുടെ അംബാസിഡറാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ പോയിരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് ഓഫീസിലാണെങ്കിലും, നിങ്ങളൊരു മാർക്കറ്റിലാണെങ്കിൽ, നിങ്ങളൊരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓർ നിങ്ങൾ അടുക്കള വേലയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, എനിത്തിങ്, വേറൊരാളുടെ വീട്ടിൽ പണിയെടുക്കാൻ പോവുകയാണെങ്കിൽ, എന്തും ആയിക്കോട്ടെ, യേശുവിന് അവിടെ എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനാണ് നിങ്ങളെ വിട്ടിരിക്കുന്നത്. ബിക്കോസ് യു റെപ്രസെൻറ്റ് ജീസസ്. യേശു ചെയ്യുമായിരുന്ന ജോലി മാത്രമേ നമ്മൾ ചെയ്യുകയും ചെയ്യാവൂ. യേശു ചെയ്യത്തില്ലാതിരുന്ന ഒരു ജോലിയും നിങ്ങൾ ബിസിനസ്സിലും ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ജോലിയിലും ചെയ്യാൻ പാടില്ല, ഒരു കാര്യത്തിലും. ബിക്കോസ് വി റെപ്രസെൻറ്റ് ക്രൈസ്റ്റ്. അവിടെയാണ് ഈ ഉപ്പിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. അവിടെയാണ് പ്രിസർവിങ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ലോകം നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ ഓഫീസിലെ മറ്റാളുകളൊന്നും യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുമൊന്നുമല്ല. അവൻ എന്തും ചെയ്യാം. അവനിൽ ദൈവിക ജീവനില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നാച്ചുറലി അവൻ ദൈവിക ജീവനില്ലാത്തതുകൊണ്ട് ചീഞ്ഞു പോയിരിക്കുകയാണ്. അവൻ കൈക്കൂലിക്കാരനായി പോയിരിക്കുകയാണ്, അവൻ കള്ളത്തരം പറയുന്നവനായി പോയിരിക്കുകയാണ്, അവൻ കള്ളത്തരം കാണിക്കുന്നവനായി പോയി. അവന് ലാഭം മാത്രമേ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെയും ഭയമില്ല. ബിക്കോസ് ഹി ലോസ്റ്റ് ദ ഹെവൻലി ലൈഫ് ഓർ ഗോഡ്ലി ലൈഫ്. ഹി ഡസൻറ്റ് ഹാവ് ദ ലൈഫ് ഓഫ് ജീസസ്. സോ ഹി ക്യാൻ ഡു എനിത്തിങ്. അല്ല, അവനത് ചെയ്തു പോകും. കാര്യം അവൻ ജീവനില്ലാത്തവൻ അങ്ങനെ പറ്റുള്ളൂ. അവൻ ചീഞ്ഞു പോകും. ജീവനുണ്ടെങ്കിലേ ചെയ്യാതിരിക്കത്തുള്ളൂ. നമ്മളാണെങ്കിലും ജീവനുള്ളതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മോർച്ചറി വെച്ചില്ലെങ്കിൽ 2 ദിവസം ഇരിക്കാൻ പറ്റുമോ? ഇല്ല. വൈ വി ആർ വാക്കിംഗ് ലൈക്ക് ദിസ്? നമ്മൾ ചീഞ്ഞു പോകാത്തതിൻ്റെ കാര്യം എന്താ? നമ്മൾ ലൈഫ് ഉള്ളതുകൊണ്ടാണ്. ഇറ്റ്സ് ബിക്കോസ് വി ഹാവ് ലൈഫ്. അവർ കള്ളന്മാരാണ്, അവന്മാരെല്ലാം കള്ളന്മാരെ ബ്രദർ എന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. കാര്യം അവനിൽ എന്തില്ല? ദൈവിക ജീവനില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ദൈവം നിങ്ങളെ നിങ്ങളുടെ ഓഫീസിലാക്കിയിരിക്കുകയാണ്, നിങ്ങളുടെ ബിസിനസ് പ്ലേസിലാക്കിയിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലാക്കിയിരിക്കുകയാണ്, നിങ്ങളെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തെ പ്രതിനിധീകരിക്കാൻ. അതാ ശരിക്കും പറഞ്ഞ അനുഗ്രഹം. അബ്രഹാമിനൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹം അതാണ്. നീ എങ്ങോട്ടും പൊക്കോ, ഭൂമിയിലെ സകല വംശങ്ങളുടെ ഇടയ്ക്കേക്കും എല്ലാം പൊക്കോ. നീ എന്താണ്? യു ആർ എ ബ്ലെസ്സിങ്. വൈ? ബിക്കോസ് യു ഹാവ് ലൈഫ്. യു റെപ്രസെൻറ്റ് മീ. നീ എന്നെ പ്രതിനിധീകരിക്കുന്നുണ്ട്, നിനക്ക് ജീവനുണ്ട്. നീ ചെല്ലേ.
ഇതാണ് വാസ്തവത്തിൽ ഉപ്പിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒന്ന്, അത് രുചി വരുത്തുന്നതാണ്. രണ്ട്, പ്രിസർവ് ചെയ്യുന്നതാണ്. ശിഷ്യൻ എപ്പോഴും സമൂഹത്തിലേക്ക്, ചീഞ്ഞു പോയിരിക്കുന്ന സമൂഹത്തിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക്, നിങ്ങളുടെ സ്കൂളിലേക്ക്, നിങ്ങളുടെ കോളേജിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്, ഇഫ് യു ആർ എ നേഴ്സ് ഓർ എ ഡോക്ടർ, ഒരു പക്ഷേ മറ്റൊരാൾ നോർമലി ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. എല്ലാവരും ഇന്ന് ബേസിക്കലി പണമല്ലാതെ വേറെ ഒന്നും ഒരാളുടെ മനസ്സിൽ ഇല്ല. അതുകൊണ്ട് അവരുടെ പ്രിൻസിപ്പിൾസ് വേറെയാണ്, അവരുടെ ലക്ഷ്യം വേറെയാണ്, അവരുടെ വാല്യൂ സിസ്റ്റം വേറെയാണ്. പക്ഷെ നിങ്ങളുടെ വാല്യൂ സിസ്റ്റം അതല്ല. കാരണം നിങ്ങളിൽ എന്തുണ്ട്? ദൈവികമായ ജീവനുണ്ട്. അതുകൊണ്ട് ആ ജീവനും കൊണ്ട് ജീവനില്ലാതെ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉപ്പ് എന്നതുപോലെ നിങ്ങളുടെ ബ്ലെസ്സിങ് പകർന്നു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ചീഞ്ഞ ലോകത്തിലേക്ക്, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ഇപ്പോൾ അബ്രഹാമിനോട് പറയുന്നതാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. ഒരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയിലെ സകല വംശങ്ങളും ആ സമയത്ത് ശാപത്തിന് കീഴിലാണ്. ആ ശപിക്കപ്പെട്ട ലോകത്തിലേക്ക് ആ ദൈവം എന്ത് ചെയ്യുന്നത്? അബ്രഹാമിനെ പറഞ്ഞു വിടുന്നത് എന്തിനു വേണ്ടി? അനുഗ്രഹമാകാൻ വേണ്ടി. ദൈവം ഇതേപോലെ തന്നെ ഇന്ന് ദൈവിക ജീവൻ പ്രാപിച്ച നമ്മെ ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്യുന്നു? ഈ സെൻഡിങ് അസ് ടു എ വേൾഡ് വിച്ച് ഈസ് ഓൾറെഡി കറപ്റ്റ്. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കറപ്റ്റായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കർത്താവ് എന്നെ പറഞ്ഞു വിടുകയാണ്. നീ ചെല്ല്, നീ അവിടെ ഉപ്പായിട്ട് പ്രവർത്തിക്കുക. സോ ഉപ്പിൻ്റെ ഫങ്ഷൻസ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് രുചി വരുത്തുന്നതാണ്. രണ്ട്, അത് പ്രിസർവ് ചെയ്യുന്നതാണ്. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നൊരു കാര്യമാണ്, വൃക്ഷങ്ങൾക്ക് വളമായിട്ട് കൊടുക്കുന്നുണ്ട്. വളമിടുക എന്നൊക്കെ പണ്ട് ഉപ്പാണ്, നമ്മൾ തെങ്ങിനൊക്കെ പലപ്പോഴും എന്താണ് ഉപ്പ്. ഇപ്പോൾ അതൊന്ന് ഇടണോ ഇപ്പോഴത്തെ കൃഷിയിൽ അതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഉപ്പിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഫങ്ഷനായിട്ടാണ് പണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അതിൻ്റെ ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അത് നിലത്തിനും വളത്തിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളമായിട്ടും അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിൻ്റെ ഉപ്പിൻ്റെ കാരം അല്ലെങ്കിൽ വാട്ട് യു സേ, ഉപ്പിൻ്റെ ആ സോൾട്ടിനെസ്, ആ ഉപ്പ് അതിനകത്തെ അതിൻ്റെ ലൈഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉപ്പ് വാസ്തവത്തിൽ മണ്ണിലുള്ള സ്വാഭാവികമായ വളത്തെ വലിച്ചെടുത്ത് ഇതിൻ്റെ വൃക്ഷത്തിന് കൊടുക്കുകയാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ ഒരു ചീഞ്ഞ സമൂഹത്തിലായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചർച്ചിലായിരിക്കാം, എവിടെയും ആയിക്കോട്ടെ, നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന് എല്ലാ മനുഷ്യരെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എല്ലാ മനുഷ്യരെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഒരു വൃക്ഷത്തിന് ആവശ്യമായ വളം ഒരു പരിധി വരെ അതിൻ്റെ മണ്ണിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതുപോലെ വളം നമ്മൾ ഇടുമ്പോഴത്തേക്ക് ശരിക്കും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിനെ അതിനകത്തുനിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ്. അതിനകത്ത് മരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ദൈവം ഈ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും എന്താഗ്രഹിക്കുന്നുണ്ടോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും ദൈവം ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉപ്പ് എന്ത് ചെയ്യുന്നു? അതിനെ ഈ വൃക്ഷം ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവിക പദ്ധതിയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ജോലിയാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. ഓരോ വ്യക്തിയെയും കാണുമ്പോൾ അവനിലുള്ള ദൈവപ്രവൃത്തി എന്താണ് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലാക്കി അവൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുചെന്ന അവൻ്റെ അതാണ് ഉപ്പിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഉപ്പിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലും പഴയ കാലത്തെ റിലിജിയൻസിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ എല്ലാ യാഗങ്ങളിലും ഉപ്പ് ഒരു പ്രധാന നിയമമായിരുന്നു, ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. ലെവിയ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭോജനയാഗത്തിൽ ഒക്കെയും ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതെ ഇരിക്കരുത്, എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ലവണ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലവണ നിയമമായിരിക്കണം. ലവണ നിയമം, ഇറ്റ് സെയ്സ് അബൌട്ട് എ കവനൻറ്റ്. ഒരു കവനൻറ്റ് എന്ന നിലയിലാണ് അതിനെ വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തെറ്റിക്കൂടാത്ത ഒരു ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലമാണ് നമ്മളവിടെ കാണുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, ഒരു ലവണ നിയമം. സോ ഉപ്പിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. സോ ഉപ്പ് രുചി വരുത്തുന്നതാണ്, പ്രിസർവ് ചെയ്യുന്നതാണ്,
വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ദൈവമായിട്ടുള്ള നിയമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ അർപ്പണത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് വി ആർ എന്താണ് ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഓൾ ദ മാറ്റേഴ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഗാഡ്. ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്നതായ എല്ലാ യാഗത്തിനും എന്തുണ്ടേ പറ്റുള്ളൂ. ഇതേപോലെ ആരാധനയുടെ ദൈവത്തിന് അർപ്പിക്കുന്നതിൻ്റെ ഒരു ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇനി ഉപ്പിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഉപ്പിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിയണം. ഉപ്പിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഒന്നാമത് പറയാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഉപ്പിന് ഒറ്റയ്ക്ക് കഴിയാനല്ല, ഇടപഴകുവാനാണ് അതിൻ്റെ കോളിംഗ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ഉപ്പായിട്ടും കറി കറിയായിട്ടും മത്സ്യവും മാംസവും മാംസവും മത്സ്യവുമായിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ ഉപ്പിന് വല്ല ഫംഗ്ഷനും ഉണ്ടോ? ഇല്ല. ഉപ്പിൻ്റെ കോളിംഗ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കഴിയാനല്ല, ഇടപഴകുവാനാണ്. ദാറ്റ് ഈസ് അവർ കോളിംഗ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ കോളിംഗ് എന്ന് പറയുന്നത് നോർമലി എവിടെയെങ്കിലും ഹിമാലയത്തിൽ പോയിരുന്ന് തപസ് ചെയ്യാനുള്ളതല്ല. God wants you to involve in this society. ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് എന്താണ്? അത് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അതൊരിക്കലും ഒറ്റയ്ക്ക് കഴിയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് സ്വർഗത്തിലിരുന്നല്ല. നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് സ്വർഗത്തിലിരുന്ന് അങ്ങ് കൽപ്പിക്കുകയല്ലായിരുന്നല്ലോ. ആണോ? അല്ല. ഹി വാസ് കമ്മിങ് ഡൗൺ. ഇന്നിപ്പോൾ പല ആളുകൾക്കും ദൂരെ ഇരുന്ന് കൽപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ ഓടി നടന്ന് സുവിശേഷ വരെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബ്രദറെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, വിശ്വാസത്തിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാവരും വന്നോളും, നമ്മൾ പോവുകയൊന്നും വേണ്ട. ഈവൻ ഒരു വലിയ ഒരു പ്രീച്ചറിൻ്റെ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഓരോ വീടിൻ്റെയും വാതിൽ കയറി ഇറങ്ങി തട്ടാനും മുട്ടാനും അവരോട് പോയി സുവിശേഷം അറിയിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കതിന് സമയമില്ല, ഞാൻ വിശ്വാസത്തിൻ്റെ മാർഗ്ഗം ഉപയോഗിക്കുന്നു. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് കർത്താവിന് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പോലായിരുന്നു. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് സ്വർഗത്തിലിരുന്ന് കൽപ്പന കൊടുക്കുകയല്ലായിരുന്നു. എന്നെ വീണ്ടെടുക്കാൻ കർത്താവ് എന്ത് ചെയ്യായിരുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെയെങ്കിൽ മാറി നിന്നുകൊണ്ട് ഉപ്പാകാനല്ല, ഇറങ്ങിച്ചെന്ന് ഇൻവോൾവ് ചെയ്ത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രതിനിധിയാകുവാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. സോ ഉപ്പിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഉപ്പിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത അതിൻ്റെ കോളിംഗ് ഒറ്റയ്ക്ക് കഴിയാനല്ല, പ്രത്യേകത എന്താണ്? ഇടപഴകുവാനാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഉപ്പ് അതിൻ്റെ സ്വാധീനം ഏകപക്ഷീയമായൊരു സ്വാധീനമാണ്. വൺ വേ ഇൻഫ്ലുവൻസ് ആണ് ഉപ്പിൻ്റേത്. നമ്മൾ കറിക്കകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പിന് കറിയുടെ രുചി വരികയല്ല, കറിക്ക് ഉപ്പ് വരികയാണ് ചെയ്യുന്നത്. കാര്യം ഇൻഫ്ലുവൻസ് ഏകപക്ഷീയമാണ്. യേശു കർത്താവ് നമ്മളെ, ഒരു ശിഷ്യനെ ഉപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇൻഫ്ലുവൻസ് ലോകത്തിനാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കല്ല ഉണ്ടാകേണ്ടത്. ഏകപക്ഷീയമാണ്. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ആ ഓഫീസിൽ നമ്മൾ ഓഫീസിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അല്ലാതെ ഓഫീസ് എന്നെയല്ല ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കും, എന്തും ആയിക്കോട്ടെ. എനിനോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ പഠിക്കുന്ന പിള്ളേർ യേശുവേ എൻ പ്രാണനായക എന്നൊക്കെ വീട്ടിൽ പോയി പാടണം, അല്ലാതെ നമ്മുടെ പിള്ളേർ വന്ന് സിനിമാ പാട്ട് പാടുന്നതല്ല. ഇപ്പം തിരിച്ചാണ് സംഭവിക്കുന്നത്. എന്താ, ഓരോന്ന് പറയുമ്പോഴെല്ലാം പറയും അതെ അവൾ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. ഇതന്നെ ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. സ്കൂളിൽ നിന്ന് ഇത് പഠിക്കാനല്ലല്ലോ അങ്ങോട്ട് വിട്ടത്. എന്തിനാ അങ്ങോട്ട് വിട്ടത്? നമ്മളുടെ ഇൻഫ്ലുവൻസ് ആരിലുണ്ടാകണം? കൂടെ പഠിക്കുന്നവരിലുണ്ടാകണം. അതാണ് ഉപ്പിൻ്റെ പ്രത്യേകത. കറിക്ക് ഉപ്പുണ്ടാവുകയാണ്, അല്ലാതെ ഉപ്പിന് കറി ഉണ്ടാവുകയല്ല. ഇൻഫ്ലുവൻസ് എപ്പോഴും ഏകപക്ഷീയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടുകൾ അത് മറ്റുള്ളവർ കേട്ട് പഠിക്കത്തക്ക നിലയിൽ പോയി പഠിപ്പിക്കാനൊന്നും നോക്കണ്ട, അല്ലാതെ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. നമ്മുടെ വാക്കുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. ഓഫീസിലുള്ള ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ, നന്നാകുന്ന കൂട്ടത്തിൽ നമ്മൾ അടുത്തിരിക്കുന്ന അരവിന്ദാക്ഷ മേനോൻ ഓ കർത്താവേ സ്തോത്രം എന്ന് പറയുമോ? അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻഫ്ലുവൻസ് അയാളിലേക്കുണ്ടാകുന്നത്.
എൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിലേക്ക് പകർന്നു കൊടുക്കുകയല്ലാതെ ഓഫീസിൽ ബോസ് ചീത്ത വിളിച്ചത് ഞാൻ പോയി ഭാര്യയെ വിളിക്കുന്നതല്ല. ബോസ് എന്നെ വിളിച്ച വാക്കുകൾ പോയി എൻ്റെ ഭാര്യയെ വിളിക്കുന്നതല്ല ശരിക്കും എന്ത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഉപ്പിൻ്റെ പ്രത്യേകത ഏതാണ്? എപ്പോഴും ഇൻഫ്ലുവൻസ് ഏകപക്ഷീയമാണ്. ഇനി ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉപ്പ് എപ്പോഴും കൊടുക്കുകയാണ്, അല്ലാതെ ഉപ്പ് വാങ്ങിക്കുകയല്ല. ഉപ്പ് എന്ത് ചെയ്യുകയാണ്? ഓൾവേസ് ഇറ്റ് ഗിവ്സ്. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, ദെൻ നിങ്ങളുടെ ടെൻഡൻസി തന്നെ അങ്ങോട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും, അല്ലാതെ ഇങ്ങോട്ട് വാങ്ങിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ ശിഷ്യനെന്ന് നമ്മളെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് കിട്ടണം എന്നുള്ളതല്ലാതെ ഒരിക്കലും എന്താണ് കൊടുക്കണമെന്നുള്ള ഒരു ബോധ്യമോ മോഹമോ നമുക്കുണ്ടാകുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ സോളമൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കന്നട്ടയ്ക്ക് തരിക എന്ന് 2 പുത്രിമാരുണ്ടെന്ന്. തരിക കിട്ടുക, തരിക. എന്നാൽ ഒരു യഥാർത്ഥ ശിഷ്യൻ എപ്പോഴും പറയുന്നത് എടുത്തോ എന്നാണ്. ഒരു യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ പറയുന്നത് ലെറ്റ് മീ ഗെറ്റ്, ഗിമ്മി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ശരിയായ ഉപ്പാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുന്നതായിരിക്കും? കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും, ചെലവാവുകയായിരിക്കും, ചെലവാക്കപ്പെടുകയായിരിക്കും, നഷ്ടപ്പെടുകയായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ആളുകളും നോക്കുന്നത് ലാഭം മാത്രമാണ്. അങ്ങനെ എല്ലാവരും ലാഭം നോക്കുമ്പോൾ, അതാണ് വാസ്തവത്തിൽ ബിസിനസ് സംസ്കാരം എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സംസ്കാരത്തിൽ, ദാറ്റ് ഈസ് ബിസിനസ് സംസ്കാരത്തിൽ എല്ലാവരും അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണ്. നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോം തന്നെ അങ്ങനെയാണ്. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു എന്ന് തന്നെയല്ല ഒരു ബിസിനസ് സംസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. ഞാൻ നിന്നെ മാക്സിമം ചൂഷണം ചെയ്യും, നിൻ്റെ ചുമതലയാണ്, നിൻ്റെ മിടുക്കാണ് എൻ്റെ ചൂഷണത്തിൽ നീ പെട്ടുപോകാതിരിക്കുന്നത്. അതാണല്ലോ കൺസ്യൂമറിസത്തിലെല്ലാം ഉണ്ടാകുന്ന പ്രത്യേകത. ഇതാണ്, കൺസ്യൂമറെ മാക്സിമം ചൂഷണം ചെയ്യാനാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം നോക്കുന്നത്. കൺസ്യൂമറിൻ്റെ ചുമതലയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ചൂഷണത്തിൽ പെട്ടുപോകാതിരിക്കുക. അത് മിടുക്കാം. അപ്പം മിടുക്കുള്ളവന് മാത്രമേ ഒരു കൺസ്യൂമർ സംസ്കാരത്തിൽ, ഒരു ബിസിനസ് സംസ്കാരത്തിൽ ലൗകികമായി വിജയിക്കാൻ പറ്റത്തുള്ളൂ, മിടുക്കുള്ളവർ. പക്ഷേ ഒരു യഥാർത്ഥ ശിഷ്യൻ അങ്ങനെ മിടുക്ക് കാണിക്കുന്നവനല്ല. ഒരു യഥാർത്ഥ ശിഷ്യൻ ലാഭം നോക്കുന്നവനല്ല. ഒരു യഥാർത്ഥ ശിഷ്യൻ നഷ്ടം സ്വീകരിക്കുന്നവനാണ്, നഷ്ടം ഏറ്റെടുക്കുന്നവൻ. അല്ലെങ്കിൽ നഷ്ടം അവനൊരു പ്രതിസന്ധിയായിട്ട് തോന്നില്ല. യെസ്, നഷ്ടമായിരിക്കും. ഞാൻ അടുത്ത സമയത്ത് ഒരു ഫംഗ്ഷനിൽ, ഒരു ബറിയൽ ഫംഗ്ഷനിൽ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാക്കുന്നു. വളരെ നല്ല കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എസ്പെഷ്യലി ജൂയിഷ് പശ്ചാത്തലത്തിലുള്ള ഒരാൾ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണെന്നുള്ളത് പറഞ്ഞാൽ ഒരു പരിധി വരെ പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് ജീവിക്കുന്നത് നഷ്ടവും മരിക്കുന്നത് ലാഭവും. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. കാര്യം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്നത് ക്രിസ്തുവായിട്ടുള്ള ഒരാൾക്ക് ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല, ഉണ്ടാകത്തില്ല. അത് ഒരു ഫാക്റ്റാണ്. അവനെപ്പോഴും എന്തേ ഉണ്ടാകത്തുള്ളൂ? നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇന്ന് ആളുകൾ ജീവിക്കുന്നത് ലാഭമായിട്ടാണ് കണക്കാക്കുന്നതല്ല. അതാണ് അവരുടെ ലൈഫ്. വൈ വി ലിവ്. എന്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്? കാര്യം ജീവിക്കുന്നതാണ് ലാഭമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മരിക്കാൻ പേടി. കാര്യം മരിക്കുന്നത് നഷ്ടവുമാണ് നമുക്ക്. ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നത് ലാഭമായിരിക്കും. പക്ഷേ ജീവിക്കുന്നത് ലാഭമാണെങ്കിൽ മരിക്കുന്നത് നഷ്ടമായിരിക്കും, ഒരു സംശയമില്ല. ജീവിക്കുന്നത് ലാഭമാണെങ്കിൽ മരിക്കുന്നത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് ലാഭമുണ്ടാക്കാനുള്ള ജീവിതം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ചുമതല. അപ്പോഴാണ് അവൻ സോൾട്ടാകുന്നത്. അവൻ ഉപ്പാകണമെങ്കിൽ അവൻ കൊടുത്തുകൊണ്ടിരിക്കണം, അവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഇത് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എപ്പോഴും ഞാൻ ആളുകളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഐ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഒത്തിരി സ്റ്റേജസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അനേകർ യേശുവിനെ അനുഗമിച്ചിട്ടുള്ള ചരിത്രമൊക്കെ നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ശിഷ്യൻ യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് ധനികനായിട്ടുള്ള ഒരാളുടെ ചരിത്രം നിങ്ങൾക്കൊന്ന് പറയാമോ?
ജസ്റ്റ് വൺ പേഴ്സൺ. ഒറ്റ ഒരാളുടെ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ 100 പേരുടെ കാര്യമൊന്നും പറയണ്ട. ക്രൂസൈഡുകാരനെല്ലാം വന്ന് പറയുന്നത് എന്താണ്? യേശുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്കെല്ലാം ലാഭമാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എവിടുന്ന് കിട്ടിയ ഉപദേശം? വേദപുസ്തകത്തിൽ ഐ എം നോട്ട് ആസ്കിങ് ഫോർ 100 പീപ്പിൾ. ജസ്റ്റ് വൺ പേഴ്സൺ became rich because he was following Jesus. യേശുവിനെ അനുഗമിച്ചതുകൊണ്ട് ധനികനായി തീർന്ന ഒരു വ്യക്തിയുടെ നാമം വേദപുസ്തകത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? പിന്നെ എന്തോർത്തുണ്ട് ഇവർ പ്രസംഗിക്കുന്നത്? എവിടുന്നാണ് ഇവർക്ക് ഈ കിട്ടിയിരിക്കുന്ന ആശയങ്ങൾ? അത് വേദപുസ്തകത്തിൽ നിന്നല്ലെങ്കിൽ ഇതിനെ വിളിക്കേണ്ടത് മറ്റൊരു സുവിശേഷം എന്നല്ലേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. 1 കൊരിന്ത്യർ 4:10 പോൾ പറയുന്ന കാര്യം അതാണ്. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാരെന്നാണ്, മണ്ടന്മാർ. വി ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് സെയ്ക്ക്. വി നീഡ് ഫൂൾസ്. നമുക്ക് ചില മണ്ടന്മാരെ ആവശ്യമുള്ളത്, അല്ലാതെ കുറച്ച് ബുദ്ധിമാന്മാരെ അല്ല. എങ്ങനെ മണ്ടന്മാർ? ലോകത്തിന് മണ്ടന്മാർ. ലോകം നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരാണ്? മണ്ടൻ, വിവരമില്ലാത്തവൻ. അല്ലെങ്കിൽ അവൻ സ്വന്തം കാര്യം നോക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നായിരിക്കും ചോദിക്കുന്നത്. ഒന്നും സംഭവിക്കത്തില്ല സ്വന്തം കാര്യം നോക്കാതെ ചെയ്താൽ. ബിക്കോസ് വി ആർ ഇൻ അവർ ഫാദേഴ്സ് ബിസിനസ്. നമ്മൾ നമ്മുടെ പിതാവിൻ്റെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ബിസിനസ്സിലാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി 4, ഉപ്പിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഉപ്പിൻ്റെ ഡിഫറൻസസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് 1, ഉപ്പ് ഒറ്റയ്ക്ക് കഴിയാനല്ല അതിൻ്റെ കോളിങ്. 2, ഉപ്പ് ഏകപക്ഷീയമായ സ്വാധീനമാണ് നടത്തുന്നത്. 3, ഉപ്പ് എപ്പോഴും കൊടുക്കുകയാണ്, വാങ്ങുകയല്ല. അടുത്തതായിട്ട് ഉപ്പിൻ്റെ പ്രത്യേകത അതിൻ്റെ ബാഹ്യരൂപമല്ല, സ്വാധീനമാണ് അതിനെ ഉപ്പാക്കുന്നത്. ഉപ്പിൻ്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് നമ്മൾ ആരെങ്കിലും ഉപ്പിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സ്റ്റാർ ഷേപ്പിലാണോ അതോ റൗണ്ട് ഷേപ്പിലാണോ, ഇതൊക്കെ നമ്മൾ ബോദർ ചെയ്യുന്നുണ്ടോ ഉപ്പിനെക്കുറിച്ച്? ഇല്ല. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അത് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് ആണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് റോഡ് നീളെ ഫ്ലെക്സ് അടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ പലരും ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഫ്ലെക്സ് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ സിനിമാ പോസ്റ്ററാണെന്ന് ചിന്തിക്കുമായിരുന്നു. അതല്ലെങ്കിൽ ചിലപ്പം രാഷ്ട്രീയക്കാരുടെ ഇതായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഫ്ലെക്സിനേക്കാളും കൂടുതൽ കാണുന്നത് ക്രൂസൈഡുകാരുടെയാണ്. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ഫ്ലെക്സിനോട് എനിക്ക് ഒരാൾ ഫ്ലെക്സ് വെച്ചെന്ന് വെച്ചുകൊണ്ടെങ്കിൽ നരകത്തിൽ പോകുന്നല്ലോ. പക്ഷേ ഫ്ലെക്സ് അടിക്കുന്നത് വാസം പറഞ്ഞാൽ നല്ലതല്ല. കാര്യം എന്ന് വെച്ചാൽ ഒന്നല്ലേ പ്ലാസ്റ്റിക് അല്ലേ, അത്രയെങ്കിലും പ്ലാസ്റ്റിക് കുറഞ്ഞ് കിട്ടും. ഫ്ലെക്സ് ഒന്ന് മാറ്റി കിട്ടിയാൽ. പക്ഷേ ഫ്ലെക്സ് എന്നുള്ള ഒരു ഇതിനോടല്ല ഞാൻ പറയുന്നത്. ബട്ട് വി തിങ്ക് നമ്മുടെ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ല. ഏറ്റവും വലുത് ഇൻഫ്ലുവൻസ് ആണ്, അല്ലാതെ നമ്മുടെ ഷേപ്പ് അല്ല, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളല്ല. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആ ഇൻഫ്ലുവൻസ് ആണ് നിലനിൽക്കുന്നത്. ഞാൻ പണ്ട് സാധാരണ ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പോഴല്ല, വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊന്നുമല്ല കാര്യം, വല്ലതും ചെയ്യണം. ചുമ്മാ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കർത്താവിന് വേണ്ടി വല്ലതുമൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ ഞാൻ പണ്ട് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക കർത്താവിനോട് ചോദിച്ചു, എടാ പ്രവർത്തിക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് പ്രവർത്തിക്കുന്നതിനേക്കാളും വലിയ കാര്യം എന്തോ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാളും വലിയ കാര്യം എന്താ? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ദർ ഇസ് സംതിങ് മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്. പ്രവർത്തനത്തെക്കാൾ വലുതാണെന്ത്? ഇൻഫ്ലുവൻസ്. എൻ്റെ ലൈഫ് ഉപ്പ് എന്ന നിലയിൽ എൻ്റെ ലൈഫ് ഒരു വിജയമാകുന്നത്, ഒരു ബ്ലെസ്സിങ് ആകുന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ ഐ ആം ഇൻഫ്ലുവൻസിങ് പീപ്പിൾ. ഞാൻ ചെയ്യുന്ന പണികൾ കൊണ്ടല്ല, ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇൻഫ്ലുവൻസ് ഉദ്ദേശിക്കുന്ന വാക്ക് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ, സേവ പിടിക്കുന്നൊന്നുമല്ല ഇതിനകത്തെ വിഷയം. ഒരാളുടെ ലൈഫിനെ ഞാൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ഏത് രീതിയിൽ അത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ ജീവകാലത്ത് പോലും ആയിരിക്കത്തില്ല ഈ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതകാലത്ത് പോലും ആയിരിക്കത്തില്ല. മദാം ഗ്യോണിൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മദാം ഗ്യോൺ. ഏതാണ്ട് 3.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ജനീവയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. ഒത്തിരി പേഴ്സിക്യൂഷൻ അനുഭവിച്ചൊരു സ്ത്രീയാണ്. അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ എത്ര പേരോട് പ്രസംഗിച്ച് കാണുമെന്ന് എനിക്കറിയത്തില്ല. 1000 പേരോട് പോലും പ്രസംഗിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരിക്കാം. അവർ താമസിച്ചതായ സ്ഥലത്തുള്ള അവരുടെ കോൺവെൻറ്റിലെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ
മദാം ഗിയോണിൻ്റെ പുസ്തകങ്ങൾ പിന്നീട് പെതിയെ പുറത്തു വരികയും അവരുടെ മരണശേഷം അവരുടെ ഇൻഫ്ലുവൻസ് ഏതൊക്കെ രീതിയിൽ വളർന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ വളരുകയും ചെയ്തു. ഈവൻ ജോൺ വെസ്ലി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മദാം ഗിയോൺ. ജോൺ വെസ്ലി മദാം ഗിയോണിൻ്റെ പുസ്തകങ്ങളിലൂടെ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു വ്യക്തിയെക്കൊണ്ട് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ഇൻഫ്ലുവൻസിലൊരു പ്രധാന ഇൻഫ്ലുവൻസ് ആരുടെയായിരുന്നു? മദാം ഗിയോണിൻ്റെ ആയിരുന്നു. D.L. മൂഡി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മദാം ഗിയോൺ. D.L. മൂഡിയുടെ കുറിച്ചുള്ള ബുക്ക് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്ത് ഞാൻ ആ കാര്യം ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മദാം ഗിയോണിൻ്റെ സ്പിരിച്വൽ ടോളറൻസ് എന്നുള്ള പുസ്തകമാണ് ആത്മീയതയുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ D.L. മൂഡിയെ സഹായിച്ചത്. സ്പിരിച്വൽ ടോളറൻസ്. ഇനി ഇന്ന് ലോകത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും ത്യാഗപൂർണമായ സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടുള്ള ഒരു മിഷണറി മൂവ്മെൻ്റാണ് മൊറേവിയൻ മിഷണറി മൂവ്മെൻറ്റ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. മൊറേവിയൻ മിഷണറി മൂവ്മെൻറ്റിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് കൗണ്ട് സ്വിൻസൻഡോർഫ് എന്ന് പറയുന്ന ഒരാളാണ്. സ്വിൻസൻഡോർഫ്. ഈ സ്വിൻസൻഡോർഫിന് ഈ മൊറേവിയൻ മിഷണറി മൂവ്മെൻറ്റ് തുടങ്ങാൻ പ്രേരകമായി തീർന്ന പ്രധാന, അല്ലെങ്കിൽ കൗണ്ട് സ്വിൻസൻഡോർഫിൻ്റെ ലൈഫിനെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഈ മദാം ഗിയോണാണ്. ഞാൻ എടുത്തു പറഞ്ഞ ചില ആളുകളുടെ കാര്യം മാത്രം. അങ്ങനെ എത്ര ആയിരങ്ങൾ മദാം ഗിയോണിലൂടെ സ്വാധീനിക്കപ്പെട്ടിട്ട് എത്ര ലക്ഷം, എത്ര മില്യൺ ആളുകൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മദാം ഗിയോൺ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ പ്രവർത്തനം തുലവും പരിമിതമായിരുന്നു. അവരൊന്നും എന്ത് ചെയ്ത് നമുക്കറിയത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഷി വാസ് ഇൻ എ പ്രിസൺ. പലപ്പോഴും അവർ ജയിലിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. അവർക്ക് ഷി വാസ് പേഴ്സിക്യൂട്ടഡ് ബൈ ദ ചർച്ച്. എല്ലാ രീതിയിലും അവർ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഫ്ലുവൻസ്, നമുക്ക് എത്രത്തോളം ആളുകളിൽ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെക്കാളും, ഏത് പ്രസംഗത്തെക്കാളും, ഏത് ബൈബിൾ ക്ലാസ്സിനേക്കാളും. ഞാനിവിടെ നിന്ന് ബൈബിൾ ക്ലാസ് എടുത്തിട്ടൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ദ ക്വസ്റ്റ്യൻ, എൻ്റെ ലൈഫ് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ബൈബിൾ ക്ലാസ് ഒരു പക്ഷേ ഞാൻ എടുക്കുന്ന ബൈബിൾ ക്ലാസ്സിൻ്റെ 5 ഇരട്ടി നന്നായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കാൻ ആൾക്കാർക്ക് പറ്റിയേക്കും. അതിനകത്ത് വലിയ കാര്യമൊന്നുമല്ല. അവരുടെ ലൈഫ്, ഒരു വ്യക്തിയുടെ ലൈഫ്, ഒരു പക്ഷേ മില്യൺസ് ഓഫ് ആളുകളോട് സുവിശേഷം പറയുന്ന ആളുകൾ കാണുമായിരിക്കും. വലിയ ടെലിവിഷനിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 4 മണിക്കും കണ്ടിന്യൂസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ആളുകൾ കാണുമായിരിക്കും. ഒരു പക്ഷേ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പ്രസംഗങ്ങളായിരിക്കും അവർ നടത്തുന്നത്. ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രസംഗം കൊണ്ട്. പക്ഷേ ആ പ്രസംഗത്തിനപ്പുറത്ത് എന്ത് വേണം? ഇറ്റ് ഈസ് ലൈഫ്. അതാണ് ഒരു ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് അതിൻ്റെ ഷേപ്പ് കൊണ്ടല്ല, അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മഹനീയമാകുന്നത്. അവസാനമായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ, പെട്ടെന്ന് പറയാം. ഉപ്പിൻ്റെ ഒരു പ്രത്യേകത, അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാവുകയാണ്, അല്ലാതെ അടിഞ്ഞടിഞ്ഞ് വലുതാവുകയല്ല. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസോൾവ് ചെയ്യാണ്. അലിഞ്ഞലിഞ്ഞ് ഒടുവിൽ അതെന്താവുകയാണ്? ഇല്ലാതെയാവുകയാണ്. അലിഞ്ഞ് അതിനെ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിലുള്ളത്. അല്ലാതെ അടിഞ്ഞുകൂടുകയല്ല, അലിഞ്ഞു പോവുകയാണ്. ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ്റെ പ്രത്യേകത അതാണ്. ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ എന്ത് ചെയ്യുന്നില്ല? എല്ലായ്പ്പോഴും അവനെ തന്നെ ഉയർത്തി കൊണ്ടുവരികയല്ല, അവൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയല്ല, അവൻ ഒരു പ്രഗത്ഭനായ വ്യക്തിയായിട്ട് മറ്റുള്ള മുമ്പിൽ അറിയപ്പെടേണ്ടതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയല്ല. എപ്പോഴും ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ അലിഞ്ഞ് ഇല്ലാതെയായി പോകുന്ന ഒരു സ്റ്റേജാണ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് പഴയ കാലയളവിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. ചില മേഖലകൾ ഒരുപക്ഷെ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ, അതുപോലെ സേവന രംഗത്തുണ്ടായിരുന്ന ആളുകൾ, ഇവരെല്ലാവരും ഒരു പരിധിവരെ അവർ ശമ്പളം വാങ്ങിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിന് മറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്ത്? സേവനം എന്ന് പറയുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരുന്നു. എസ്പെഷ്യലി ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ശമ്പളം നോക്കിയൊന്നും അല്ല അവർ പണ്ട് കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഭാഗ്യമായിട്ട് അവർ ചിന്തിച്ചിരുന്നത്. ബിക്കോസ് അനേക കുഞ്ഞുങ്ങൾക്ക് മാതൃക, അവരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിട്ട്. അങ്ങനെ പല മേഖലകളിൽ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരൊരു പക്ഷേ നഷ്ടം സഹിച്ചു, പ്രയാസം സഹിച്ചു, അവരലിഞ്ഞില്ലാതായിത്തീരുകയായിരുന്നു. മെഡിക്കൽ ഫീൽഡിലും അതുപോലെ മറ്റുള്ള ഓരോ ഫീൽഡിലും ലാഭം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അവരുടെ മനസ്സിലില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതുപോലെയുള്ള മേഖലകൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ, വിദ്യാഭ്യാസവും മെഡിക്കൽ ഫീൽഡും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ ഇന്ന് വാസം പറഞ്ഞത് എന്താണ്? മറ്റുള്ള എല്ലാ ഫീൽഡിനേക്കാളും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായി ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സേവനം എന്നുള്ളതോ അലിഞ്ഞില്ലാതാകുന്ന ഒന്നും ഒരാളും ആലോചിക്കുന്നില്ല.
ഒരാളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു മെഡിസിൻ പഠിക്കാൻ ഒരാൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേഴ്സാകാൻ ഒരാൾ പോകുമ്പോൾ, അതിനൊരു അധ്യാപകനാകാനുള്ള തീരുമാനിക്കുമ്പോൾ ഒരിക്കലും അവരോട് ചോദിച്ചാലും എന്താണ് അവർ നോക്കുന്നത് തന്നെ ഒരു ബെറ്റർ പ്ലേസ്മെൻറ്റ് എവിടെയാണ്, ഒരു ബെസ്റ്റായിട്ടുള്ള സ്ഥലം ഏതാണ്, എനിക്ക് കൂടുതൽ പ്രയോജനകരമായത് എവിടെയാണ്, അതല്ലാതെ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. എനിക്ക് ഈ പ്രൊഫഷനിലൂടെ എങ്ങനെ എന്നെ തന്നെ അടിഞ്ഞടിഞ്ഞ് വലുതാകുക എന്ന് പറഞ്ഞതുപോലെ ചീർത്ത് വീർക്കാനായിട്ട് എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് നോക്കുന്നത്, അല്ലാതെ അലിഞ്ഞ് ഇല്ലാതാകുന്ന കാര്യത്തെക്കുറിച്ചല്ല. ഇതേ വിദ്യാഭ്യാസ മണ്ഡലമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ മെഡിക്കലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, പണ്ട് കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള മറ്റ് മണ്ഡലങ്ങളൊന്നും ആലോചിച്ച്, ചാരിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയം, മതം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ വാസ്തവത്തിൽ പണ്ട് വോളണ്ടിയേഴ്സായിരുന്നു. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ ലളിതമായി ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അവരെ തന്നെ അലിയിച്ചു കൊടുത്തവരായ ആളുകളായിരുന്നു രാഷ്ട്രീയക്കാരും മതവും ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം കാണുന്നത്. ഈ മൊസാംബിക്കിലൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലെ ജോലി കളഞ്ഞിട്ട് ആളുകൾ ചാരിറ്റി ഓർഗനൈസേഷൻസിലാണ് പോകുന്നത്. എന്തിനാണെന്നറിയാമോ? ഗവൺമെൻറ്റിൻ്റെ ജോലിയുടെ 3 times 5 times ഒക്കെയാണ് ചാരിറ്റി ഓർഗനൈസേഷനിൽ അവർക്ക് കിട്ടുന്ന ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതല്ല, ശമ്പളത്തിന് വേണ്ടി അല്ലാതെ അവരുടെ ഹൃദയത്തിൽ മനസ്സലിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഈ സൊസൈറ്റിയിലുള്ള ഒരു വലിയ ചെയ്യലാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ചാരിറ്റിക്ക് പണം കൊടുക്കുന്നത്? ടാക്സ് എക്സംഷൻ കിട്ടാൻ വേണ്ടി, മനസ്സലിവ് കൊണ്ടൊന്നുമല്ല. എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയനിലും മറ്റും ഉള്ള കാര്യം, അവർ ഒരു പക്ഷേ 2000 പൗണ്ട് ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 7000 പൗണ്ട് ടാക്സ് കൊടുക്കേണ്ടടുത്ത് 2000 പൗണ്ട് ചാരിറ്റിക്ക് കൊടുത്താൽ 5000 പൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടും. ഇതൊക്കെ കണക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവിടെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ്റെയും മറ്റും ചാരിറ്റി പണം വന്ന് കുമിഞ്ഞു കൂടിയിട്ട് ആഫ്രിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള ദോഷം മറ്റൊന്നുമില്ല. എന്തോരം ദോഷം കാര്യം എന്നറിയാമോ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ചാരിറ്റിയുടെ പിന്നിൽ ഒരു മനസ്സലിവുണ്ടായിരിക്കണം. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഒരു കണ്ണീരുണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കരുത്. ഇഫ് യു ഗിവ് മണി ഫോർ സം കൈൻഡ് ഓഫ് ഇവാഞ്ചലിസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ സം മിഷൻ, അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കണ്ണീരുണ്ടായിരിക്കണം. അല്ലാതെ പണം കൊടുത്തിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. കാര്യം ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ എ സ്പോൺസർ. ആ വാക്ക് തന്നെ വേദോസിൻ്റെ വാക്കല്ല. വേദോസ പ്രകാരം എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളതിന് പങ്കാളിയാവുകയാണ്. പോള പലപ്പോഴും പറയുന്ന വാക്കതാണ്, പങ്കാളിയാവുകയാണ്. ഒരു പങ്കാളി എന്ന് പറയുന്നത് കാശ് കൊടുത്തേച്ച് മാറി നിൽക്കുന്ന ആളല്ല. ഈസ് certainly involved with that mission. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് അതിൻ്റെ പുറകെ പോയി താൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് നോക്കി മുതലാളി കളിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കണ്ണീര് വേണം, അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ മനസ്സ് വേണം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിങ്ങളതിൻ്റെ പങ്കാളിയാണ്. ഏത് സുവിശേഷ പ്രവർത്തനമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാലും നിങ്ങൾ പങ്കാളികളായിരിക്കണം, അല്ലാതെ സ്പോൺസറാകാൻ പോകരുത് ദയവ് ചെയ്ത്. അങ്ങനെ സ്പോൺസേഴ്സിനെ അല്ല ഇവിടെ ആവശ്യമായിരിക്കുന്നത്. വാട്ട് വി നീഡ് ഈസ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും പാർട്ട്ണറാണ്. കരച്ചിലിൻ്റെ പിൻബലത്തോടു കൂടെ മാത്രമേ ഒരാൾക്ക്, അതാണ് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ മണ്ഡലം ആകെപ്പാടെ തിരിച്ചു മറിഞ്ഞു പോയിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സുവിശേഷത്തിലും ചിലർ ഭക്തി ആദായ സൂത്രമാക്കിയിരിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് കൃത്യമായിട്ട് കേട്ട ഒരു കാര്യം, ഒരാൾ പറഞ്ഞാണ്, ഒരു വലിയൊരു കോൺഫറൻസ് ഒരാൾ സംഘടിപ്പിച്ചു. കോൺഫറൻസ് സംഘടിപ്പിച്ച് പറഞ്ഞു, എന്നാണ് നീ ഇപ്പം വലിയ കാര്യമായിട്ടൊക്കെ, അത് എൻ്റെ പൊന്നളിയ എന്നാ പറയാനാണ്, രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം ആണ്. ഞാനാണെങ്കിൽ ഇവിടെ ഈ റിസഷൻ്റെ സമയമൊക്കെ അല്ലേ, ഭയങ്കര കടം, ഈ ഒരു കോൺഫറൻസ് നടത്തിയിട്ട് വേണം എനിക്ക് കടമൊന്ന് വീട്ടാനാണ്. ഒരു ക്രിസ്ത്യൻ കോൺഫറൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് നടത്തിയിട്ട് വേണം എൻ്റെ കടമൊന്ന് വീട്ടാൻ. അവൻ വീട്ടുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? കോൺഫറൻസ് വളരെ ലാഭകരമായിട്ട് നടത്തി, വളരെ ലാഭകരമായിട്ട്. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, ഇപ്രാവശ്യം ഉപവാസ പ്രാർത്ഥന നഷ്ടമായിരുന്നു. ഇപ്രാവശ്യം ഉപവാസ പ്രാർത്ഥന നഷ്ടമായിരുന്നു. എന്തൊന്ന് നഷ്ടം? വായി ഉപ്പിൻ്റെ സ്വഭാവം മാറുകയാണ്. അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നതിന് പകരം അടിഞ്ഞുകൂടി ചീർത്തു വരുന്നതാണ് ഇന്ന് നമ്മുടെ സുവിശേഷ രംഗങ്ങളിൽ കാണുന്നതായ പ്രത്യേകത. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഉപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. ഉപ്പിൻ്റെ സേവനം നിശബ്ദമാണ്. ഉപ്പിൻ്റെ സേവനം നിശബ്ദമാണ്. അതൊരിക്കലും തന്നെ പ്രൊക്ലെയിം ചെയ്യുന്നില്ല. കറിക്കകത്ത് കിടക്കുന്ന ഉപ്പ് ഒരിക്കലും ശബ്ദം ഉണ്ടാക്കുന്നില്ല. കറിക്കകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പ് ഒരിക്കലും നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്
കാര്യങ്ങൾ പറയുന്നില്ല. ശരിക്കും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഏത് പ്രവർത്തനവും ഒരു നിശബ്ദ സേവനം. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വെൻ യു ആർ ഇൻ ദിസ് വേൾഡ് യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു വലിയ ഭാഗ്യം ആരും അറിയാതെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ്. ഒരു വലിയ ദൗർഭാഗ്യമാണ് ആളുകൾ അറിയപ്പെടുന്ന ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്നത്. എസ്പെഷ്യലി preachers and writers and people like that. Normally people understand what they do. അതൊരു വലിയ ദൗർഭാഗ്യമാണ്. ആർക്കെങ്കിലും ആരും അറിയാതെ ശുശ്രൂഷ നിശബ്ദ സേവനം ചെയ്യാൻ കഴിയുമെങ്കിൽ ദാറ്റ്സ് ദ ബിഗസ്റ്റ് തിങ്. ഉപ്പിനെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചല്ലോ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എങ്ങനെയുള്ള ഭൂമിയിൽ? നിങ്ങളെ ഉപദ്രവിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവുകയാണ്. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വേദവസ്ത്രത്തിനൊരു തത്വമല്ല, ഇടപഴകുവാനാണ്, ഇറങ്ങിച്ചെല്ലാനാണ്. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ടല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ്. കർത്താവ് നമ്മളെ അതേ ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, ഭൂമിയെ പണിയാനായിട്ട്. ദൈവത്തിന് ഭൂമിയിൽ ചെയ്യാനുള്ളത് എന്താണോ അത് ചെയ്യാനായിട്ട് നമ്മളെ ആക്കിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ മിഷൻ. അതുകൊണ്ട് ഇന്ന് അത് ചെയ്യണമെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നേലേ പറ്റുള്ളൂ. ഒരിക്കലും പറയരുത് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഞാൻ അന്യഭാഷ പറയുന്നു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ പൊക്കോളാം. എനിക്കറിയത്തില്ല, ചുറ്റുപാടുള്ള ആളുകളൊക്കെ അവരുടെ ഇടയ്ക്കോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഞാനും അങ്ങ് കറപ്റ്റഡ് ആയി പോകും. ആകാൻ പാടില്ല, അങ്ങനെ ആകത്തില്ല. ഗാഡ് വോണ്ട്സ് യു ടു ഇൻവോൾവ് ഇൻ ദി സൊസൈറ്റി ബിക്കോസ് ഇറ്റ്സ് എ കറപ്റ്റ് സൊസൈറ്റി, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ അതിൻ്റെ കറപ്ഷൻ മാറാനായിട്ടാണ്. നിങ്ങൾ ഉപ്പ് രുചി വരുത്തുന്നതാണ്. അതേ സമയം ഉപ്പ് ചീയൽ ബാധിച്ചതായ ജീവനില്ലാത്ത നമ്മുടെ സമൂഹത്തെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളവരായ നിങ്ങൾ ചെന്ന് അതിനെ പ്രിസർവ് ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാണ് നിങ്ങളെ എൻജിനീയറായിട്ടും നേഴ്സായിട്ടും ടീച്ചറായിട്ടും ഓഫീസിലും ഒക്കെ കർത്താവ് വിട്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുന്ന ജീവനില്ലാത്ത നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് യേശുവിൻ്റെ ജീവൻ്റെ സ്വാധീനം പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഓഫീസിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തും ഒക്കെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ആ സ്ഥലത്തെ ഉപ്പാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഉപ്പ് വൃക്ഷങ്ങൾക്ക് വളമായി ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ജനങ്ങളെ കൊണ്ടടുപ്പിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറേണ്ടത് ആവശ്യമായിരിക്കുന്നു. തന്നെയല്ല, ദൈവാരാധനയുടെ അവിഭാജ്യ ഘടകമായി ഉപ്പിരിക്കുന്നത് പോലെ, അവൻ്റെ കവനൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്നത് പോലെ, ദൈവവുമായി ബന്ധപ്പെട്ടുള്ള അവൻ്റെ ഉടമ്പടിയുടെ ദൈവാരാധനയുടെ അവിഭാജ്യ ഘടകമായിരിക്കണം ഓരോ ക്രിസ്തു ശിഷ്യനും. ഉപ്പിൻ്റെ ഫങ്ഷൻസ് മാത്രമല്ല, ഉപ്പിൻ്റെ പ്രത്യേകത, ഉപ്പ് എപ്പോഴും ഒറ്റയ്ക്ക് കഴിയുകയല്ല, ഇൻവോൾവ് ചെയ്യുകയാണ്. ഉപ്പ് ഒരിക്കലും മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുകയല്ല, അത് മറ്റുള്ളവരെ സ്വാധീനിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മളുടെ മനോഭാവം, ഇതൊക്കെ നമ്മോട് കൂടെ വർക്ക് ചെയ്യുന്നവരെയാണ് സ്വാധീനിക്കേണ്ടത്. അല്ലാതെ ലോകത്തിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് വരാൻ വേണ്ടി അല്ല. ഉപ്പ് എപ്പോഴും കൊടുക്കുന്നവരാണ്. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, തരിക എന്നല്ല, എടുത്തോ എന്ന് പറയാനുള്ള വലിയൊരു അനുഭവം നമുക്കുണ്ടാകണം. ഉപ്പിൻ്റെ ബാഹ്യരൂപമല്ല, സ്വാധീനമാണ് സുപ്രധാനം. നമ്മൾ എത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഉപ്പ് അലിഞ്ഞലിഞ്ഞില്ലാതെയാവുകയാണ്, അല്ലാതെ ഉപ്പ് ഒരിക്കലും തന്നെ വീർപ്പിക്കുകയല്ല, ചീർപ്പിക്കുകയല്ല. നമ്മളെ തന്നെ ലാഭം നോക്കി, എല്ലാ കാര്യങ്ങളിലും സ്വന്തം ലാഭം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകാൻ കഴിയത്തില്ല. അടുത്തത്, ഉപ്പിൻ്റെ സേവനം നിശബ്ദമാണ്. തെരുവീതിയിൽ ശബ്ദം കേൾപ്പിക്കാത്ത ദാസനാണ് യേശു കർത്താവെന്ന് യെശയ്യാപ്രവാചകൻ പറയുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ അറിയിക്കേണ്ടതിന് വേണ്ടിയല്ല, കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ വേണ്ടി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉപ്പിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു യഥാർത്ഥ ശിഷ്യനായി അലിഞ്ഞലിഞ്ഞില്ലാതെയായി തീരുവാൻ, മറ്റുള്ളവരിലേക്ക് ഞങ്ങളുടെ സ്വാധീനം പകർന്നു കൊടുക്കുവാൻ, കർത്താവെ, മുറിവുകളെ ഉണക്കുന്ന, കൃപയോടുകൂടിയ, രുചി വരുത്തുന്ന വാക്കുകളാൽ, കർത്താവെ, മത്സരികളായ ആളുകൾ ഒരുപക്ഷെ ഇറിറ്റേറ്റഡ് ആയിരിക്കാം, എന്നാലും അവരുടെ മുറിവുകളെ ഉണക്കുവാൻ, ഒരുപക്ഷെ സ്വിച്ച് ബ്ലേഡ് കഴുത്തിൽ വെച്ചിട്ട് 1000 കഷണങ്ങളായി ഞങ്ങളെ കൊല്ലുമെന്ന് പറയുമ്പോഴും സ്നേഹം കൊണ്ട് അതിന് മറുപടി പറയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയുടെ വലിയ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ.
നിൻ്റെ ശിഷ്യത്വത്തിൽ ഞങ്ങളെ വളർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ